തൃശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ് പരിയാരം. പരിയാരം എൻ്റെ ഗ്രാമം എന്ന ഡോക്യുമെൻ്ററി ഫിലിം ഒരു വിദ്യാഭ്യാസ പ്രോജക്റ്റാണ്. പരിയാരം ഗ്രാമത്തിൻ്റെ സമഗ്ര വിവരശേഖരം ലക്ഷ്യമിടുന്ന ഈ ഡോക്യുമെൻ്ററി ഫിലിം വിദ്യാർത്ഥികൾക്കും നാളത്തെ ഭാവി തലമുറയ്ക്കും പരിയാരത്തെക്കുറിച്ച് അറിയുവാൻ ഏറെ പ്രയോജനകരമായിരിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. ഇതിനു വേണ്ട എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ പാർലമെന്റ് മണ്ഡലവും നിയമസഭാ മണ്ഡലവും ചാലക്കുടിയാണ്. പരിയാരം ഗ്രാമപഞ്ചായത്തിന് 16.8 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ആകെ ജനസംഖ്യ 23,008 ആണ്. പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ അതിരുകൾ വടക്ക് കോടശ്ശേരി ഗ്രാമപഞ്ചായത്തും തെക്ക് ചാലക്കുടി പുഴയും കിഴക്ക് അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്തും പടിഞ്ഞാറ് കോടശ്ശേരി ഗ്രാമപഞ്ചായത്തും അതിരുകൾ പങ്കിടുന്നു. 1953 തിരുക്കൊച്ചി ആക്ടിന്റെ പ്രാബല്യത്തിൽ ഇന്നത്തെ രീതിയിലുള്ള പഞ്ചായത്ത് നിലവിൽ വന്നു. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമുണ്ടായിരുന്ന പരിയാരം പഞ്ചായത്ത് 1966 വിഭജിച്ച് കോടശ്ശേരി പഞ്ചായത്ത് രൂപീകരിക്കുകയും 1977 വീണ്ടും വിഭജനം നടത്തി അതിരപ്പിള്ളി പഞ്ചായത്തും രൂപീകരിച്ചു. കൊച്ചി രാജ്യത്ത് ഏറ്റവും കൂടുതൽ മനകളുണ്ടായിരുന്ന പരിയാരം ദേശത്ത് ഇന്ന് അവയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഏകദേശം 700 വർഷം മുൻപ് ഉണ്ടായതായി കരുതുന്ന പരിയാരം വിഷ്ണു ക്ഷേത്രവും ചേരമാൻ പെരുമാളിന്റെ കാലത്തുണ്ടായതാണെന്ന് കരുതുന്ന മണ്ണുംപുറം മഹാദേവ ക്ഷേത്രവും പരിയാരത്തിന്റെ ചരിത്ര സ്മാരകങ്ങളാണ്. ആയിരത്തി 1930 ആദ്യമായി പരിയാരത്തു നിന്നും ഇരിഞ്ഞാലക്കുടയ്ക്ക് സെന്റ് ആൽബർട്ട് എന്ന നാമധേയത്തിൽ ബസ് സർവീസ് നടത്തിയ കണ്ണമ്പിള്ളി ഔസേപ്പ് ഭാര്യ ഏലിക്കുട്ടി പരിയാരം സ്വദേശിനിയാണ്. 1933 PSN മോട്ടോഴ്സ് തൃശൂർക്കും 1945 UCT സർവീസ് കുറ്റിക്കാട്ടുനിന്ന് ഇരിഞ്ഞാലക്കുടയ്ക്കും 1946 UMT സർവീസ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കൃഷ്ണൻ കോട്ടയ്ക്കും സർവീസ് നടത്തിയിരുന്നു. 1950കളിൽ ABT ബസ് സർവീസാണ് കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചാലക്കുടി വാൽപ്പാറ ബസ് സർവീസ്. 1940ഓടുകൂടി പരിയാരത്ത് പത്രപ്രവർത്തന രംഗവും വളർച്ച പ്രാപിച്ചിരുന്നു. ഗോമതി, തൊഴിലാളി, ദീനബന്ധു, മാതൃഭൂമി, നർമ്മദ, പൗരധ്വനി, നവജീവൻ, എക്സ്പ്രസ് എന്നീ പത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റിസ് കൃഷ്ണൻ നായർ, ഡേവിസ് വാടക്കകത്ത്, ആന്റണി കാച്ചപ്പിള്ളി, മണപ്പിള്ളി പരമേശ്വരൻ, VC മാത്യു തുടങ്ങിയവർ ആദ്യകാല പത്രപ്രവർത്തകരിൽ പ്രധാനികളാണ്. 1950കളിൽ ജേക്കബ് മഡോണയുടെ പത്രപ്രവർത്തനത്തിൽ മാസ്റ്റർ എന്ന ത്രൈമാസികയും പുറത്തിറക്കി. 1950 പരിയാരത്ത് സ്ഥാപിതമായ ഗോൾഡൻ ടാക്കീസാണ്
ആദ്യകാല സിനിമാ തിയേറ്റർ. പിന്നീട് ജോളി ടാക്കീസ്, ആര്യഗുപ്ത എന്നീ തിയേറ്ററുകളും ഉണ്ടായി. മല എന്ന അർത്ഥത്തിൽ പതിയുടെ താഴ്വാരം, അതായത് പതിയുടെ ഓരം എന്ന സ്ഥലനാമം ലോപിച്ചാണ് പതിയോരം പരിയാരം ആയതെന്ന് പറയപ്പെടുന്നു. കൊച്ചി രാജ്യം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ കൊച്ചി രാജാവ് കൊല്ലത്തിൽ 2 മാസം പരിയാരം പഞ്ചായത്തിലെ കാഞ്ഞിരപ്പള്ളി കോവിലകത്ത് വേനൽക്കാല വസതിയിൽ താമസിക്കാനെത്താറുണ്ടായിരുന്നു. കൊച്ചി രാജ്യത്ത് ആദ്യമായി വൈദ്യുതി എത്തിയ സ്ഥലങ്ങളിൽ ഒന്ന് കാഞ്ഞിരപ്പള്ളി കോവിലകമായിരുന്നു. കൊച്ചി രാജ്യത്തെ ജയിലറും കൺസർവേറ്ററുമെല്ലാമായിട്ടുള്ള ഇംഗ്ലണ്ടിലെ കോലോഫ് കുടുംബം പിൽക്കാലത്ത് താമസിച്ചിരുന്നത് പരിയാരത്തായിരുന്നു. ആധുനിക പ്ലാന്റേഷനുകൾ പലതുമുണ്ടാക്കിയത് കോലോഫ് കുടുംബാംഗമായിരുന്ന ജോസഫ് കോലോഫാണ്. അയിത്തത്തിനും ജാതി വ്യവസ്ഥകൾക്കുമെതിരെയുള്ള പോരാട്ടങ്ങളിലും പരിയാരംകാർ പങ്കാളികളായിരുന്നു. പാലിയം സമരത്തിലും കുട്ടൻകുളം സമരത്തിലും പങ്കെടുത്തവർ നിരവധിയാണ്. 1950കളിൽ പരിയാരത്ത് ഉദയം കൊണ്ട ഉദയ കലാസമിതിയും യുവജന കലാസമിതിയും സോഷ്യൽ ക്ലബും കേരള കലാസമിതിയും പരിയാരത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ മുതൽക്കൂട്ടുകളാണ്. കേരളത്തിലെ അതിമനോഹരമായ ഇക്കോ ടൂറിസം മേഖലയാണ് അതിരപ്പള്ളി. ഈ മനോഹര വെള്ളച്ചാട്ടം കാണുന്നതിനും മഴക്കാടുകളുടെ മനോഹാരിത അനുഭവിച്ചറിയുന്നതിനും നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ചാലക്കുടി പട്ടണത്തിൽ നിന്നും മലക്കപ്പാറ വരെ കേരള അതിർത്തി ചെന്നെത്തുന്ന റോഡ് പരിയാരം വഴിയാണ് കടന്നു പോകുന്നത്. അതിരപ്പള്ളിക്കു താഴെ ജനസാന്ദ്രതയേറുന്ന ഒരു പ്രദേശം പരിയാരം തന്നെയാണ്. പതിയുടെ ഓരമീ പരിയാരം ഗ്രാമം, ശ്രീരാഗം തിരിനീട്ടും തിരുവാതിര ഗ്രാമം. ശ്രീരാഗം തിരിനീട്ടും തിരുവാതിര
അച്ഛൻ്റെ കല്ലോർത്ത് വീടേറിയണഞ്ഞതും എന്നിലെ കവിത പോൽ സ്വപ്ന ചേരാതിൽ തെളിഞ്ഞു നിൽക്കുന്നു. പതിയുടെ പരിയാരം ഗ്രാമം ശ്രീരാഗം തിരിനീട്ടും തിരുവാതിര ഗ്രാമം തേനൂറും ഓർമ്മകൾ ശലഭങ്ങളായി എൻ ഗ്രാമഭംഗിയിൽ പകർന്നാടുന്നു. പയ്യുടെ പരിയാരം ഗ്രാമം ശ്രീരാഗം തിരിനീട്ടും തിരുവാതിര ഗ്രാമം. തദ്ദേശ ഭരണ ചരിത്രത്തിലൂടെ പരിയാരം ഗ്രാമപഞ്ചായത്ത് കിഴക്കൻ മലയോര പ്രദേശവും ചാലക്കുടി പുഴയുടെ തീരത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. പരിയാരം പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പഞ്ചായത്ത് കാർഷിക മേഖലയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. പഞ്ചായത്ത് കൃഷിഭവൻ വഴി കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വിത്തുകളും അതുപോലെ തന്നെ വളവും സബ്സിഡി നിരക്കിൽ നൽകി വരുന്നുണ്ട്. ഏകദേശം 3200ഓളം ഹെക്ടർ ഭൂമിശാസ്ത്രപരമായ വിസ്തീർണമുള്ളതിൽ 2400ഓളം ഹെക്ടർ കൃഷിക്ക് ഉപയുക്തമായ ഭൂമിയാണെന്ന് തന്നെ പറയാം. കൂടുതലായും നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ പല കാരണങ്ങളാൽ നെൽകൃഷിയുടെ വിസ്തൃതി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വാഴ, മരച്ചീനി തുടങ്ങിയ വിളകൾ ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികൾ രാഷ്ട്രീയ കൃഷി വിജ്ഞാൻ യോജന, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, ദേശീയ ബയോഗ്യാസ് വികസന പദ്ധതി, വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതായത് പച്ചക്കറി വികസന പദ്ധതി, ആത്മ എന്ന് തുടങ്ങി വിവിധ പരിപാടികൾ കൃഷിഭവൻ വഴി നടപ്പിലാക്കി വരുന്നു. ആത്മയിൽ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടുകൾ, ഫാർമേഴ്സ് ഫീൽഡ് സ്കൂൾ എന്നിവയും പരിയാരം പഞ്ചായത്തിൽ ചെയ്തു വരുന്നു. രാസവളങ്ങളുടെയും അമിതമായ രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും ഉപയോഗം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ജൈവ കീടനാശിനികളും ജൈവവളങ്ങളും ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതിയിലേക്ക് കർഷകർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. 2013 ജനുവരി മാസം മുതൽ പച്ചത്തേങ്ങ സംഭരണവും നടത്തിവരുന്നു. ഇതിനെല്ലാം പുറമെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നേന്ത്രവാഴ കൃഷിക്ക് വളം വിതരണം, പുല്ലുവെട്ട് യന്ത്ര വിതരണം, പമ്പ് സെറ്റ് വിതരണം, സ്പ്രെയർ വിതരണം തുടങ്ങിയ പദ്ധതികളും നടപ്പാക്കി വരുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ പരിയാരം പഞ്ചായത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി പശു വളർത്തൽ, മുയൽ വളർത്തൽ, അതുപോലെ തന്നെ ആട് വളർത്തൽ എന്നിവർക്ക് സഹായം നൽകി വരുന്നുണ്ട്. ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് മിൽമ വഴി സബ്സിഡി നൽകി വരുന്നു. പൊതുവായിട്ട് മൃഗസംരക്ഷണ മേഖല എങ്ങനെയാണ്? മേജർ പോർഷൻ പഞ്ചായത്ത് ഭരണസമിതി മൃഗസംരക്ഷണ മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷവും കുറച്ച് പ്രോജക്റ്റുകളുണ്ടായിരുന്നു. ഈ വർഷം 7ഓളം പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. നല്ലൊരു പദ്ധതി മൃഗസംരക്ഷണ മേഖലയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റും ഇപ്രാവശ്യം ഇപ്പോൾ 3 സ്കൂളിൽ ഈ വർഷം സ്കൂൾ പോൾട്രി ക്ലബ്ബ് നടപ്പാക്കുന്നുണ്ട് ഇവിടെ പരിയാരം പഞ്ചായത്തിൽ. ഒരു സ്കൂളിൽ 50 വിദ്യാർത്ഥികൾക്ക് 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതം നൽകുന്നൊരു പദ്ധതിയാണ്. ഈ വർഷം 3 സ്കൂളിൽ നടപ്പാക്കുന്നുണ്ട്. പന്നി ഫാമുകൾ കുറച്ച് പേരുണ്ട്, 400-ലധികം പന്നി ഫാം മെയിനായിട്ട് 2 ഉള്ളൂ.
400ഓളം പന്നികൾ ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് ഈ പോൾട്രിയുടെ ഇത് പറഞ്ഞല്ലോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇത് അവരെ ഒന്ന് സജീവമായിട്ട് രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത്, അതെങ്ങനെ അത് വിജയകരമായിട്ട് തോന്നുന്നുണ്ടോ? മൃഗസംരക്ഷണ മേഖലയുമായിട്ട് എപ്പോഴും വിദ്യാർത്ഥികൾ ആ പ്രായത്തിൽ ഒരു അടുപ്പം ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അതിൽ പലരും ഈ മേഖലയിലേക്ക് ഭാവിയിൽ വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇത് നടപ്പാക്കുന്നത്. ഇനി നടപ്പാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആട് വളർത്തലും പല മേഖലയിലും പല കർഷകരും മാറി ചിന്തിച്ച് തുടങ്ങേണ്ട ഭാഗമായിട്ട് ആട് വളർത്തലിലേക്കും കുറച്ച് പേര് പോകുന്നുണ്ട്. നമുക്ക് പാൽ സൊസൈറ്റികൾ എത്രത്തോളം ഉണ്ട് ഇവിടെ? സൊസൈറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പഞ്ചായത്തിൽ 4 സൊസൈറ്റികളുണ്ട്. മിൽമയുടെ 4 സൊസൈറ്റികളുണ്ട്. നാടൻ പശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട്, പക്ഷെ പാലിൻ്റെ അളവ് കുറവാണ്. പുതിയ ഇനം ബ്രീഡുകൾക്ക് കൂടുതൽ പാൽ ഉൽപാദനമുണ്ട്. അപ്പം ഒരു വെറ്റിനറി സർജൻ ഉള്ള നിലയിൽ ഈ നാടൻ പശുവിനെയും ഈ ബ്രീഡിനെയും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് പറയാൻ പറ്റുമോ? നാടൻ പശുക്കൾക്ക് എപ്പോഴും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്. നമ്മുടെ ഒരുപാട് കാലമായിട്ട് നമ്മൾ സർക്കാർ നയം തന്നെ പാലുൽപാദനം കൂട്ടുക, ഉള്ള പശുക്കളിൽ പാലുൽപാദനം കൂട്ടുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ മാറി വരുന്ന സാഹചര്യം വെച്ചിട്ട് ഒരു വീട്ടിലൊരു പശു എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇതാണ്. പാല് വിൽക്കാൻ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് ചിലർ പരാതിപ്പെടുന്നു. അവനവൻ്റെ വീട്ടാവശ്യത്തിന് മാത്രം പാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നാടൻ പശു ഒരെണ്ണം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ് പോകുന്നുള്ള നിലയ്ക്ക് കുറേ കർഷകർ ചിന്തിക്കുന്നുണ്ട്. വെച്ചൊരു പശുവിനൊക്കെ ഡിമാൻഡ് കൂടി വരികയാണ്. ഇപ്പോൾ അന്വേഷിച്ചാൽ എത്ര വില കൊടുത്താലും കിട്ടാൻ ഇല്ലാത്ത സാഹചര്യമാണെന്നാണ് അറിയുന്നത്. മറ്റേ സ്പെഷ്യൽ ബ്രീഡിനേക്കാളും കൂടുതൽ വില വെച്ചൂർ പശുവിന് ഒന്ന് തുടങ്ങിയിരിക്കും. അപ്പോൾ ഈ മേഖല, ഈ പരിയാരത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഈ മൃഗസംരക്ഷണ മേഖലയുടെ വളർച്ച ഓരോ വർഷവും വർദ്ധിക്കാനാണ് സാധ്യത കാണുന്നത്. എന്തായാലും മൃഗസംരക്ഷണ മേഖല ഇമ്പ്രൂവ് ചെയ്ത് വരെയാണ് പറയേണ്ടി വരും. ഇവിടെ ഇപ്പോൾ 4 പേര് ഇതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ 6 പേര് വരുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ആരോഗ്യ മേഖലയിലും കുറ്റിക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും അതിൻ്റെ 7 സബ് സെൻ്ററുകളും വളരെ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. രാവിലെ കുളിച്ചായിരുന്നാ? വേദനയുണ്ടാ? വേദനയുണ്ടാ? കുത്തുവാണേ. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഹോം കെയർ യൂണിറ്റാണ് അല്ലേ? ഇതിൻ്റെ ഓക്സിലറി നേഴ്സാണോ കമ്മ്യൂണിറ്റി നേഴ്സാണോ? കമ്മ്യൂണിറ്റി നേഴ്സാണ്. എന്താ പേര്? ജാൻസി ജേക്കബ്. നിങ്ങളൊക്കെ ആശാ വർക്കേഴ്സാണ്.
വോളണ്ടിയേഴ്സാണ് അതെ. അല്ലേ? എന്താ പേര്? സിൻസി. എൻ്റെ പേര് മായ. മെമ്പറുടെ പേരെന്താ? ഡാളി വർഗീസ്. ഹെൽത്തിൽ നിന്നുള്ള പരിയാരം ബി സിയിലെ ജയിപ്പിച്ചനാണ്. എൻ്റെ പേര് രാധാമണി കുഞ്ഞമ്മ. രാധാമണി കുഞ്ഞമ്മ. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ പരിയാരം ഗ്രാമപഞ്ചായത്തിൽ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ തുടക്കം ഏത് വർഷമായിരുന്നു? 2011. 2011 ആരംഭിച്ചു. അപ്പോൾ നമ്മൾ സർവേ നടത്തി എത്ര രോഗികളെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്? 472 പേഷ്യൻ്റ് പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുടർന്ന് അത്രയും പേരുണ്ടോ? ഒരു 100ഓളം പേഷ്യൻ്റ് ഡെത്ത് ആയിട്ടുണ്ട്. ബാക്കിയുള്ള പേഷ്യൻ്റ് കെയർ കൊടുക്കുന്നുണ്ട്. അതിൽ 72 പേഷ്യൻ്റോളം കിടപ്പ് രോഗികളും ഹോം കെയർ ആവശ്യമുള്ള രോഗികളുണ്ട്. അതിൽ 25ഓളം പേർക്ക് കത്തീറ്ററൈസേഷൻ ചെയ്യുന്നുണ്ട്. ഡ്രസ്സിങ് വേണ്ടവരുണ്ട്. എയർ ബെഡ് വാട്ടർ ബെഡായിട്ട് 14ഓളം രോഗികൾ ഉപയോഗിക്കുന്നവരുണ്ട്. ക്യാൻസർ പേഷ്യൻ്റ് 90 പേരുണ്ട്. കിഡ്നി പേഷ്യൻ്റ് 7 പേര്. അതിൽ 3 പേര് ഡയാലിസിസ് ചെയ്യുന്നവരാണ്. ഒരു പേഷ്യൻ്റ് കിഡ്നി കൊടുത്ത് റീപ്ലാന്റേഷൻ ചെയ്തൊരു പേഷ്യൻ്റ് ഉണ്ട് നമുക്ക്. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ഈ സർവേ നടത്തുമ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ സാന്നിധ്യം വളരെ ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ട് ഈ പഞ്ചായത്തിൽ ഒട്ടാകെയായിട്ട്? 16 പേര്. 16 പേരുണ്ട് അല്ലേ? ഒരു വാർഡിൽ നിന്ന് ഒരാൾ വെച്ചെങ്കിലും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഈ സർവേയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു സമ്പൂർണ്ണത ഉണ്ടായി എന്ന് കരുതാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ട്. 472 പേരെ ചെയ്തു എന്ന് പറയുമ്പോൾ അല്ലേ? പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ ആശ്വാസമാണ് ഇത്രയും വോളണ്ടിയേഴ്സ് ഉള്ളതല്ലേ? കാരണം നമ്മുടേതാണ് ശരിക്കും ഈ പദ്ധതി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഓരോരുത്തർ മാറി മാറി പോകുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസം ഓരോരുത്തർ മാറി പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ജോലി, എന്നാലും പിന്നെ ഇവരോട് പോയി പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്. അപ്പം ഒരാളെ വീതം അത് ഡ്യൂട്ടിക്കായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അവർ വിളിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അവർ നമ്മളിപ്പം ചെയ്യുന്നത് അല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, താലൂക്കിൽ നിന്ന് പ്രത്യേക നേഴ്സുമാർ വന്നിട്ട് ഇനിയിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ. ഫിസിയോതെറാപ്പി ഹോം കെയർ പരിയാരം പഞ്ചായത്തിലെ തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ നടന്നേക്കുന്നത്. ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ജില്ലയിൽ നിന്ന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വെച്ചിട്ടുണ്ട്. അത് പരിയാരം പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ഫിസിയോതെറാപ്പി ഹോം കെയർ നടന്നേക്കണേ. പിന്നെ നമ്മുടെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ, ഈ പാലിയേറ്റീവ് പോലുള്ള ഇത്തരം ആരോഗ്യപരമായിട്ടുള്ള ഇടപെടലുകൾ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? നല്ല രീതിയിൽ നടക്കുന്ന ഒരു പദ്ധതിയാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഈ 2011 ഇത് ആരംഭിച്ചതിൽ ഏറ്റവും നമ്മൾക്ക് ഏറ്റവും മനസ്സിനൊരു സുഖം കിട്ടുന്നതും വീടുകളുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ഹോം കെയർ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്ക് കിട്ടിയ ജാൻസി എന്ന് പറയുന്ന സിസ്റ്റർ ഒരു മാലാഖയുടെ രൂപത്തിൽ തന്നെയാണ് അവളുടെ ഡ്യൂട്ടി ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രോജക്റ്റാണ് ഞങ്ങളുടെ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. ഈ പാലിയേറ്റീവിൻ്റെ നിങ്ങളുടെ വീക്കിലി സന്ദർശനം ഏതൊക്കെ ദിവസമാണ്? തിങ്കളും വ്യാഴവും. എക്സ്ട്രാ അതിന് ഒരു എമർജൻസി വേണ്ടി വന്ന ഒരു ദിവസം കൂടി, ആഴ്ചയിൽ 3 എണ്ണം. അത് ഈ വർഷം തുടങ്ങിയുള്ളൂ. മറ്റേത് ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു. അത് പഞ്ചായത്ത് ഫണ്ട് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം 3 ഹോം കെയർ വരെ പോകാനുള്ള ഫണ്ട് 3.5 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. പരിയാരം ഗ്രാമപഞ്ചായത്തിൽ ആയുർവേദ മേഖലയ്ക്ക് നൽകുന്ന ഊന്നൽ അത് എത്രത്തോളം ഉണ്ട്? അത് എങ്ങനെയൊക്കെയാണ്? പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സഹകരണം തന്നെയാണ് ഞങ്ങൾക്കും സ്ഥാപനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയ്ക്കുന്ന മിക്ക പ്രൊജക്റ്റുകൾ അവർ പാസ്സാക്കി തരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രൊജക്റ്റിലായാലും ജനറൽ മെഡിസിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ഈ പനിയൊക്കെ പിടിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം മരുന്ന് തന്നിരുന്നു. പിന്നെ ഇവിടുത്തെ ആവശ്യങ്ങൾ, ഈ കെട്ടിടത്തിന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഭാഗം മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഡ്രസ് വർക്ക് ചെയ്തു തന്നു. പിന്നെ പഞ്ചായത്തിന് നിന്ന് സ്ഥാപനത്തിന് ആവശ്യമായ കമ്പ്യൂട്ടർ, പ്രിൻ്റർ, അങ്ങനത്തെ എല്ലാ സഹായങ്ങളും ഈ അടുത്ത് തന്നിട്ടുള്ളതാണ്. അതിന് മുന്നും അവരുടെ ഭാഗത്തുനിന്ന് അവർ ഇവിടെ വേണ്ട എല്ലാ സഹായങ്ങളും ഇപ്പോൾ ഈ അടുത്ത് തന്നെയാണ് ഇതൊക്കെ വൈറ്റ് വാഷിങ്ങും എല്ലാം ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് എന്തെങ്കിലും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ വെള്ളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞാലും, ഒരു ബൾബ് പോയി എന്ന് പറഞ്ഞാലും എല്ലാതും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം തന്നെയാണ് ഇന്നുവരെയും കിട്ടിയിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള നിലയിൽ പഞ്ചായത്താണ്
മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനമാണ്. അപ്പൊ അവര് ഏറ്റെടുത്തിരിക്കുന്ന സ്ഥാപനത്തിന് എല്ലാ സഹായങ്ങളും അവര് തരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മൾ ആദ്യം ബന്ധപ്പെടുന്നതും അതിന് വേണ്ട എല്ലാതും ചെയ്തു തരുന്നതും പഞ്ചായത്ത് തന്നെയാണ്. പിന്നെ മരുന്നിന് അവിടെ നിന്ന് പ്രത്യേക ഫണ്ട് ഉണ്ട്. അത് നമ്മൾ ഈ പഞ്ചായത്തിലുള്ള ഈ വാർഡിലുള്ള പഞ്ചായത്തിലെ എല്ലാ വാർഡിലെ രോഗികൾക്കും, പിന്നെ കൂടുതലായിട്ട് ഇവിടെ ജനറൽ മെഡിസിനേ ഉള്ളൂ. പ്രത്യേകം പ്രൊജക്റ്റുകൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ജനറൽ മെഡിസിന് എന്ന് പറയുമ്പോൾ ഏത് രോഗി വന്നാലും ഇവിടെ അങ്ങനെ BPL ആണോ APL ആണോ എന്നൊന്നും നോക്കിയല്ല നമ്മൾ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ആ രോഗത്തിനനുസരിച്ച് നമ്മൾ മരുന്ന് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പേഷ്യൻസ് ദിവസം ചെല്ലുന്തോറും കുറച്ച് കൂടിയാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് വരാറുള്ളത്. പിന്നെ പ്രൊജക്റ്റുകൾ എന്ന് വെച്ചാൽ ഒന്നും ലാപ്സ് ആവാറില്ല. നമ്മൾ കൃത്യമായി അവരുടെ സഹായത്തോടെ തന്നെ നമ്മൾ ചെയ്ത് തീർക്കാറുണ്ട്. രോഗികളുടെ എണ്ണം കൂടി വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശരാശരി ഇപ്പം നമുക്ക് എത്ര പേഷ്യൻസ് എത്തുന്നുണ്ട് ഒരു ദിവസം? ഏകദേശം 75-നടുത്ത് എന്തായാലും പേഷ്യൻസ് വരുന്നുണ്ട്. ഇതിൽ സ്ഥിരം സന്ദർശകരുമുണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെക്കാളും ന്യൂ പേഷ്യൻസിൻ്റെ എണ്ണം കൂടിയാണ് വരുന്നത്. ദിവസത്തേക്ക് ഓരോ ദിവസം 25-30 വരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നന്നായി എണ്ണം വർധനവ് വരുന്നുണ്ട്, ന്യൂ പേഷ്യൻസ് മാത്രം. പിന്നെ നമ്മൾ പൊതുവെ നമ്മൾ ആയുർവേദത്തിൻ്റെ ഉപയോക്താക്കൾ പ്രായം ചെന്നവരാണ് കൂടുതൽ, ഏറിയ പങ്ക്. അത് മിക്കതും നമ്മുടെ ഒരു വാദം തുടങ്ങി കഷായം കഴിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ കുഴമ്പിടാൻ താല്പര്യം, ഇങ്ങനെയുള്ളവരിൽ മാത്രം ഒരു ഒതുങ്ങി പോകുന്നവർ ഇല്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കേരളീയ ചികിത്സയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ആയുർവേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും വാദത്തിൻ്റെ അസഹ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ആയുർവേദത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ന്യൂ പേഷ്യൻസിൻ്റെ എണ്ണത്തിൽ നമുക്കൊക്കെ വരുന്നത് 40-നും 50-നും ഇടയിലുള്ള പേഷ്യൻസാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ എല്ലാത്തിനും ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ, അതിനെല്ലാത്തിനും തുടക്കം തന്നെ അറിയണവർ മാക്സിമം വരാൻ നോക്കുന്നുണ്ട്. കൂടുതലും ചെറുപ്പക്കാർ, അത് ഒരു മധ്യവയസ്കരായവരൊക്കെ അലോപ്പതി ചെയ്യണതിന് മുന്നേ ഇത് ചെയ്ത് നോക്കിയാട്ടെ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ തന്നെ നമ്മളെടുത്ത് ആദ്യം തന്നെ ഒരു പാരാലിസിസ് വന്നു കഴിഞ്ഞാൽ, വല്ല സ്ട്രോക്ക് വന്നാലൊക്കെ പാരാലിസിസ് അവർ ആദ്യം നമ്മളെടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യാൻ പറ്റുക, ചെയ്താൽ മാറ്റമുണ്ടോ. പിന്നെ നമ്മളിവിടെ കിടത്തി ചികിത്സിക്കാൻ നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളല്ലാതെ അങ്ങോട്ട് പേരാമ്പ്രയ്ക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വർഷം നമുക്ക് ഏതൊക്കെ പ്രോജക്റ്റാണ് വെച്ചിരിക്കുന്നത്? ഈ വർഷം ജനറൽ മെഡിസിൻ്റെ പ്രൊജക്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് 2 ലക്ഷം രൂപയുടെ. ഈ പരിയാരം ഗ്രാമത്തിലെ ജനങ്ങളുടെ ആരോഗ്യ മേഖലയെ കുറിച്ച് ഒന്ന് പറയാം. ആരോഗ്യ മേഖലയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പകർച്ചപ്പനികൾ വരുന്നുണ്ട്. പിന്നെ പരിസര ശുചീകരണം അതിവിടെ നന്നായി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഒക്കെ നന്നായി ക്ലാസ് എടുക്കലും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. പൊതുവെ ആരോഗ്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും പ്രധാനമായിട്ട് ഈ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ജീവിത രീതികളിലുള്ള മാറ്റം അതിപ്പോൾ ഓരോ ട്രെൻഡിനനുസരിച്ച് പുതുതലമുറ തന്നെയാണ് ഈ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തേണ്ടതെന്നാണ് തോന്നുന്നത്. പിന്നെ ആയുർവേദത്തിലേക്ക് ഇത്തിരി കൂടി കുറച്ച് താല്പര്യത്തോടു കൂടി വരുന്നുണ്ട്. പിന്നെ ചില രോഗങ്ങൾ വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ കൂടുതലായിട്ട് മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികളെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരിൽ നിന്നും മിക്ക അസുഖങ്ങളും ഇവിടെ ഒറ്റപ്പെട്ടൊക്കെ കാണുന്നുണ്ട്, നമ്മളിവിടെ കാണാത്ത അസുഖങ്ങളൊക്കെ. അപ്പം അതിനൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം കൂടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന്, അത് ഒരു കഴിഞ്ഞ ഇതിൽ പകർച്ചവ്യാധി ആ സമയത്ത് ഒരു ഇത് വെച്ചിരുന്നു, പറയുന്നുണ്ടായിരുന്നു. അവർ താമസിക്കുന്നിടത്ത് പോയിട്ട് അവർക്ക് ഹെൽത്ത് കാർഡ് കൊടുക്കുക, അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് വെച്ചിരുന്നു. പഞ്ചായത്തിൻ്റെ ഇതായ രീതിയിൽ മെഡിക്കൽ ക്യാമ്പ്, ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്താറുണ്ട്. പഞ്ചായത്തും ഡിസ്പെൻസറിയും കൂടിയും ചേർന്നിട്ട് ഈ പനി ഒക്കെ വരുമ്പോൾ ഈ പകർച്ചവ്യാധികൾ, പിന്നെ നമ്മൾ ഈ ഓരോ സീസൺ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഓരോ ഇതിലായിട്ട് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ മെഡിസിൻസ് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്നിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്. പഞ്ചായത്തിൻ്റെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി സ്കൂളുകളുണ്ടെങ്കിലും സർക്കാർ സ്കൂൾ എന്ന രീതിയിൽ കൊന്നക്കുഴി LP സ്കൂളാണ് ഉള്ളത്. സ്കൂളിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ പോലെയുള്ള പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്.
കുട്ടികളെ, ഇത് ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. എന്താണ് പ്രത്യേകത? ശിശുദിനം. മുൻ പ്രധാനമന്ത്രി 25ാമത്തെ ജന്മദിനമാണ്. എല്ലാ വർഷവും നവംബർ 14 ശിശുദിനമായിട്ട് കൊണ്ടാടുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു നമുക്കറിയാവുന്നവർക്ക്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണിന്ന്. അത് ശിശുദിനമായിട്ട് നമ്മളെല്ലാവരും കൊണ്ടാടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ഈ സ്കൂളിൽ റാലിയും അതേപോലെ തന്നെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കൊച്ചുമക്കളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനമാണിന്ന്. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എല്ലാവർക്കും നമ്മുടെ ചാച്ചാജിയുടെ ഓർമ്മകൾ ആചരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ ഈ 125ാം ജന്മദിനമായ ഇന്നേ ദിവസം വളരെ നല്ല രീതിയിൽ ആഘോഷപരമായിട്ട് കൊണ്ടുപോകാനായിട്ട് കുട്ടികളെല്ലാവരും അവരുടെ എല്ലാ കലാകായിക മത്സരങ്ങളിലും നല്ല രീതിയിൽ ദിനാഘോഷങ്ങൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നല്ലൊരു സന്ദേശം നൽകുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിലുള്ള ഒരു ശിശുദിനം വിത്തുകൾ കുട്ടികൾക്ക് നൽകി. കുട്ടികളും ഞങ്ങളും സ്കൂൾ പരിസരത്ത് വിത്തുകൾ നട്ടു. കൂടാതെ അവരുടെ വീടുകളിലും അവർ വെണ്ട, പയർ, മത്ത, കുമ്പളം എന്നിൻ്റെ വിത്തുകളെല്ലാം നട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുള വന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെടി വലുതായി, പിന്നെ കായ് ഉണ്ടായി അല്ലേ. കുറച്ച് പേര് കൊണ്ടുവന്നു സ്കൂളിൽ. പിന്നെ സ്കൂൾ പരിസരത്ത് ഉണ്ടായതൊക്കെ എന്ത് ചെയ്തു? നമ്മൾ വെണ്ട, പയറൊക്കെ പറിച്ചെടുത്ത് സ്കൂളിലെ സാമ്പാറിലൊക്കെ ഇട്ടു അല്ലേ. അതൊക്കെ ചെയ്തു. നമ്മുടെ രുചിയോടുകൂടി നമ്മുടെ ഉച്ചഭക്ഷണം കഴിച്ചു അല്ലേ. കഴിഞ്ഞ വർഷങ്ങളിലായി പഠനവീട് എന്ന പ്രോജക്റ്റ് പ്രധാനമായിട്ടും ഈ ഗ്രാമപഞ്ചായത്തിലുള്ള പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് പുരോഗതി അല്ലെങ്കിൽ അവർക്ക് അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി 2 കേന്ദ്രങ്ങളിലായി പഠനവീട് നടക്കുകയുണ്ടായി. അതൊരു പ്രധാന പ്രോജക്റ്റാണ്. മറ്റൊന്ന്, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യത്തിനായി വിദ്യാലയങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള യാത്രാ സൗകര്യത്തിനായി സൈക്കിൾ വിതരണം ചെയ്യുകയുണ്ടായി. അതുപയോഗിച്ച് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ മുതൽ പഠനത്തിനായി എത്തിച്ചേരുന്ന അവസ്ഥ ഇന്ന് കാണുന്നുണ്ട്. അതോടൊപ്പം പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും ഇതേ പ്രോജക്റ്റ് ചെയ്യുകയുണ്ടായി. മറ്റൊരു പ്രോജക്റ്റായിരുന്നു UP ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നത്. മിക്കവാറും UP തലത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുന്ന 3 വിദ്യാലയങ്ങളിലേക്ക് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അനുബന്ധ ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ ആ പ്രോജക്റ്റുകൾ മൂലം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വർഷം തുടർന്നു വന്ന ഒരു പ്രോജക്റ്റാണ് UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കൂടുതൽ പ്രോജക്റ്റുകളും നടപ്പിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് പഞ്ചായത്തിൻ്റെ വിഹിതം സർവശിക്ഷാ അഭിയാന് നൽകുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ പഞ്ചായത്തിലുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കും തുല്യമായ രീതിയിൽ സർവശിക്ഷാ അഭിയാനിലൂടെ വേണ്ട ഫണ്ടുകൾ വിദ്യാലയങ്ങൾക്ക് ലഭിക്കാൻ ഇടവരുന്നു. സർവശിക്ഷാ അഭിയാൻ്റെ യൂണിഫോം വിതരണം, പുസ്തകങ്ങളുടെ വിതരണം, അധ്യാപകർക്കുള്ള ട്രെയിനിങ്, ഇവയിലും നല്ല രീതിയിൽ ഒരു സംഭാവന കാഴ്ചവെക്കാനായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
ഇതിൻ്റെ 15 വാർഡുകളിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മണ്ണ്, ജലം, ജൈവസമ്പത്ത് എന്നീ ഘടകങ്ങളുടെ പരിപാലനത്തിലൂടെ ഗ്രാമത്തിൻ്റെ കാർഷിക മേഖലയും ജലസമ്പത്തും സംരക്ഷിക്കപ്പെടുന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പരിയാരം പഞ്ചായത്തിൽ 3575 കുടുംബങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യും. അതിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 499 ഫാമിലി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അതിൽ ടോട്ടൽ 1050 കുടുംബങ്ങൾ ആക്റ്റീവായിട്ട് പണിക്ക് വരുന്നവരും 100 ദിനങ്ങൾ 248 കുടുംബങ്ങൾ തികച്ചിട്ടുള്ളതും 1,70,00,000 രൂപ നാളിതുവരെ ചെലവഴിക്കാൻ സാധിച്ചുള്ളതുമാണ്. കായികക്ഷേമ പദ്ധതിയിൽ കുട്ടികളുടെ കലാപരമായിട്ടും അതുപോലെ തന്നെ കായികപരമായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും മത്സരങ്ങൾ ഒരുക്കുകയും കേരളോത്സവം സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി ഫണ്ട് പഞ്ചായത്ത് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പട്ടികജാതി ക്ഷേമത്തിനു വേണ്ടി പഞ്ചായത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. വീടില്ലാത്തവർക്ക് വീടും അതേപോലെ തന്നെ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയും അതേപോലെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ തന്നെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനം പഞ്ചായത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കോളനികളുടെ നവീകരണവും അതേപോലെ റോഡുകളുടെ നിർമ്മാണവും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പശ്ചാത്തല മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചായത്തിൽ ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളെ നവീകരിക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ വഴിവിളക്കുകൾ വാർഡുകളിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയും കഴിഞ്ഞിട്ടുണ്ട്. പശ്ചാത്തല വികസനത്തിൽ വമ്പൻ ഇടപെടലാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. ഗ്രാമീണ പാതകളുടെ പുനരുദ്ധാരണവും പുതിയ റോഡുകളുമൊക്കെയായി ഈ കൊച്ചുഗ്രാമം കാൽനടക്കാർക്കും വാഹന ഗതാഗതക്കാർക്കുമൊക്കെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകിപ്പോരുന്നു. എൻ്റെ പേര് മോഹൻലാൽ PG. ഞാൻ പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് ഈ പദ്ധതികൾ മുഴുവൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ 115ഓളം പ്രോജക്റ്റുകൾ 2014-15 വർഷത്തിൽ നിലവിലുള്ളതും 1,82,00,000 രൂപയുടെ തുകയ്ക്കുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പണിയുടെ ഏകദേശം 60% പണികൾ ഈ സമയത്ത് ഞങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മാർച്ച് 31 ഏകദേശം പണികൾ പൂർത്തിയാകുന്ന രീതിയിൽ എല്ലാ പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എടുത്തു പറയാവുന്ന 2 കാര്യങ്ങൾ ഇവിടെയുണ്ട്. 2 കമ്മ്യൂണിറ്റി ഹാളുകൾ, അത് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടും കൂടിയാണ് 2 കമ്മ്യൂണിറ്റി ഹാളുകൾ ഇവിടെ നിലവിലായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കാത്തു കിടക്കുന്നൊരവസ്ഥയിലാണ്. അത് ജില്ലാ പഞ്ചായത്തും അതിന് വളരെയധികം ഫണ്ട് ചിലവാക്കിയിട്ടുണ്ട്. പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏകദേശം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു 35% ഏരിയ ഫോറസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ആ ഫോറസ്റ്റ് ഏരിയയിൽ ബന്ധപ്പെട്ടുള്ള റോഡുകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള റോഡ് നിർമ്മാണങ്ങൾ, ഉദാഹരണത്തിന് കോൺക്രീറ്റ് നടപ്പാതകൾ അല്ലെങ്കിൽ കുത്തനെയുള്ള കയറ്റങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾ, അവിടെ ഉയർന്ന സ്ഥലത്തേക്ക് സഞ്ചാരയോഗ്യമാക്കാവുന്ന രീതിയിലുള്ള റോഡുകളും പരിയാരം പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും അതിന് ഉപയുക്തമായ രീതിയിലുള്ള റോഡുകൾക്കും ഇവിടെ നിർമ്മാണം നടത്താനുള്ള പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കുടുംബശ്രീ വഴി JLG ഗ്രൂപ്പുകൾ അതേപോലെ തന്നെ കാർഷിക രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും എതിരെ നേരിടുന്ന അതിക്രമങ്ങൾക്ക് എതിരെ ജാഗ്രതാ സമിതി എന്നുള്ള ഒരു സമിതി പഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. നമുക്കിവിടെ എത്ര അയൽക്കൂട്ടമാണുള്ളത്? 247. അതിൽ നമ്മൾ പുതിയതായിട്ട് കുറച്ച് രൂപീകരിച്ചു. ഇപ്പോൾ നിലവിൽ 240. ഞങ്ങൾ CDS ചെയർപേഴ്സണായിട്ട് വരുമ്പോൾ 209 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാലൻസ് ഉള്ളത് രൂപീകരിച്ചു പുതുതായിട്ട്.
ഇതിൽ ഭിന്നശേഷിയുള്ള അയൽക്കൂട്ടങ്ങളുണ്ട്. അത് എത്ര അംഗങ്ങൾ അതിലുണ്ട്? അതിൽ 15 അംഗങ്ങളുണ്ട്. നമ്മുടെ ഈ CDSൻ്റെ MF മൈക്രോ ഫിനാൻസിൻ്റെ നിലവാരം അതെങ്ങനെയാണ്? അത് 100% എൻട്രി ചെയ്യാറുണ്ട്. കാരണം ചില ടൈമിൽ മാത്രം ഒരു 99%. ലിങ്കേജ് വായ്പ ലഭിച്ചിട്ടുള്ള അയൽക്കൂട്ടങ്ങൾ ഒരു 85%. ലിങ്കേജ് വായ്പ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവർ തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു അല്ലേ? പിന്നെ നമ്മുടെ ME-യുടെ നമുക്ക് ഇന്നൊവേറ്റീവായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്വയം സംരംഭങ്ങൾ ഈ വർഷം പുതുതായിട്ട് രൂപീകരിച്ചത് 6 ഒന്ന് അമൃതം കാറ്ററിംഗ് യൂണിറ്റാണ്, ക്യാൻറ്റീൻ കാറ്ററിംഗ് യൂണിറ്റ്. പിന്നെ 5 ടൈലറിംഗ് യൂണിറ്റാണ്. പിന്നെ ബാഗ് യൂണിറ്റാണ്. അവർ നല്ല രീതിയിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാർഡ് 4 അഞ്ജന എന്നാണ് യൂണിറ്റിൻ്റെ പേര്. പൊതുവേ എത്ര സംരംഭങ്ങൾ ഇവിടെ ഉണ്ട്? വ്യക്തിപരമായിട്ട് ഒരുപാടുണ്ട്. പക്ഷേ ഗ്രൂപ്പ് ഐറ്റം ശരിക്കും പറഞ്ഞാൽ 7 ഗ്രൂപ്പേ ഉള്ളൂ. ഇതോടൊപ്പം തന്നെ നമുക്ക് ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുണ്ട്, JLG. അപ്പോൾ ഈ JLG ഇവിടെ ഒരു കാർഷിക മേഖലയാണ്. അതെ. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ എന്താ? JLG ഇവിടെ കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ JLG ഗ്രൂപ്പുകൾ ഒരുപാട് രൂപീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം പുരുഷന്മാരുടെ സംഘങ്ങളും പുരുഷന്മാരുടെ മേധാവിത്വത്തിലാണ് ഇവിടുത്തെ കാർഷിക മേഖല നടന്നുകൊണ്ട് പോകുന്നത്. പിന്നെ രൂപീകരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊരു എന്താ പറയുക, അവരെ വെച്ചും കൊണ്ട് ഇവരെ രൂപീകരിച്ച് അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു ശരിയായ രീതി അല്ലല്ലോ. അതുകൊണ്ട് നമുക്കതൊരു 15 ഗ്രൂപ്പേ ഉള്ളൂ. കുടുംബശ്രീയുടെ ആത്മാവ് എന്ന് പറയുന്ന ഒരു പദ്ധതി ആശ്രയ പദ്ധതിയാണ്. അതെ. അപ്പോൾ നമ്മുടെ ആശ്രയയുടെ 1ാം ഘട്ടം ഇവിടെ കഴിഞ്ഞു. 2ാം ഘട്ടവും നടന്നിരുന്നു. പിന്നെ ഇപ്പം 2ാമത്തെ പ്രൊജക്റ്റ് എടുക്കാൻ പറഞ്ഞു. ആ പ്രൊജക്റ്റ് ഒരുവിധം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എത്ര പേരുണ്ട്? അതിൽ 74 കുടുംബമുണ്ട് പുതുതായിട്ട് എടുത്തത്. ഇവർക്ക് പാലിയേറ്റീവ് കെയറിൻ്റെ സംരക്ഷണം കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറച്ച് പേർക്ക് പാലിയേറ്റീവിൻ്റെ സംരക്ഷണം ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാലിയേറ്റീവും കുടുംബശ്രീയും ഒത്തൊരുമിച്ച് പോകുന്നുണ്ട്. വൈസ് ചെയർപേഴ്സൺ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് MF മൈക്രോ ഫിനാൻസ്. മൊത്തം എത്ര അയൽക്കൂട്ടം ഉള്ളത്? 235. ലിങ്ക് ചെയ്യിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 3 ലക്ഷം രൂപയെങ്കിലും മിനിമം എടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വായ്പ തരുന്ന ഈ സംഖ്യ പൊതുവെ വിനിയോഗിക്കുന്നത് ഏത് മേഖലയിലാണ്? ഒരു സംഘം 3 ലക്ഷം അല്ല, ഇപ്പോൾ 8 ലക്ഷം വരെ ഓരോ സംഘത്തിനും ആവറേജ് ബാങ്ക് ലോൺ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ 8 ലക്ഷം എടുത്താൽ ഞാനിപ്പോൾ പല സംഘങ്ങളിൽ നിന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ 1 ലക്ഷം വരെ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ 1 ലക്ഷം വരെ ലോണുകൾ കൊടുക്കുന്ന സംഘങ്ങളുണ്ട്, വായ്പ കൊടുക്കാം. അത് മിനിമം ഇത്ര രൂപ വെച്ച് തിരിച്ചടയ്ക്കാവുന്ന സംഘത്തിലാണെങ്കിലും അവരെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരിപ്പോൾ വീട് പണിയാൻ തന്നെ 2-3 പ്രാവശ്യം പൈസ എടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് 3-4 ലക്ഷം 4 പ്രാവശ്യം 4 ലക്ഷം രൂപ ഉണ്ടല്ലോ, അതെടുത്തിട്ട് വീട് പണിയുന്നവരുണ്ട്. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ചിലവഴിക്കുന്നവരുണ്ട്. അത് കുടുംബശ്രീ വഴിയാകുമ്പോൾ മറ്റ് രേഖകളൊന്നും വേണ്ട, അവർ തന്നെ ഒരു സൈൻ ചെയ്ത് കൊടുത്താൽ അവർക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് ബാങ്കുകളിൽ പോയി അലയേണ്ടതായിട്ട് വരുന്നില്ല. കുട്ടികളെ കെട്ടിക്കാനായിട്ട് 2-3 പ്രാവശ്യം ലോൺ എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികളെ കെട്ടിക്കാൻ വരുന്ന സമയത്ത് എങ്ങനെ പോയാലും ഭാര്യയുടെ സമ്പാദ്യം എന്ന് പറയുന്നത് കാര്യം ലോൺ തിരിച്ചടയ്ക്കും ഭർത്താവിനൊരു സഹകരണം ഉണ്ടാവും. പക്ഷേ എന്നാലും ഭാര്യയുടെ ഡെപ്പോസിറ്റിൽ 2-3 ലക്ഷം രൂപ കാണുന്ന ഒരു ഇതിലേക്ക് വരുന്നുണ്ട്, സ്ഥിതി വിശേഷമുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു അതെ, അങ്ങനെ നല്ലൊരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. നമുക്ക് മൊത്തം എത്ര ബാലസഭകളാണ്? 45 ബാലസഭകളുണ്ട്. ഈ 45 ബാലസഭയിലായിട്ട് എത്ര കുട്ടികളുണ്ടാവാം? 500 കുട്ടികൾ നിലവിലുണ്ട്. നമ്മൾ ഈ 500 ബാലസഭ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുള്ള പരിപാടികൾ അത് എങ്ങനെയാണ് നിൽക്കുന്നത്? ആദ്യത്തെ വർഷങ്ങളിൽ ചെയ്യാനായിട്ട് നമുക്ക് ADSൻ്റെ തലത്തിൽ നമ്മൾ വാർഡ് മെമ്പറും നമ്മളൊക്കെ പാടുകൂടി ആലോചിച്ച് ഓണം അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ വെക്കേഷൻ്റെ സമയത്ത് കുട്ടികളൊക്കെ വിളിച്ച് എല്ലാ ബാലസഭയിലത്തെയും കുട്ടികളെ വിളിച്ചു കൂട്ടി അവർക്ക് അര ദിവസത്തെ ഉച്ചവെന്നുള്ള ക്ലാസ് അങ്ങനത്തെ പല കലാപരിപാടികളും അവതരിപ്പിക്കാൻ, പിന്നെ ഉച്ചതിരിഞ്ഞ് ഭക്ഷണം അങ്ങനെ കലാപരിപാടികളോട് കൂടി നമ്മളത് അവസാനിപ്പിക്കാറൊക്കെയാണ് പതിവ്. ആശ്രയയുടെ 2ാം ഘട്ടമാണ് ഇപ്പോൾ അല്ലേ? 1ാം ഘട്ടത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എത്ര ഗുണഭോക്താക്കളുണ്ടായിരുന്നു? വീട് ആവശ്യമുള്ളവർക്കൊക്കെ വീട് ലഭിച്ചു കഴിഞ്ഞോ? വീട് എല്ലാവർക്കും ആവശ്യം ഉണ്ടെങ്കിലും അതിൻ്റെ അഗതി ആശ്രയയിൽ പേര് ഉൾപ്പെട്ടവർ മരിച്ചുപോയ കാരണം അവർക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ പുതിയതായിട്ട് ഇപ്പോൾ എടുത്തേക്കുന്നവർക്കും വീട് ആവശ്യമുള്ളവരാണ്. അപ്പോൾ ഇനി പുതിയത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ്.
പരിയാരം ഗ്രാമപഞ്ചായത്തിന് 15 വാർഡുകളാണ് ഉള്ളത്. ഓരോ വാർഡിനും സവിശേഷമായ ഭംഗിയും പ്രത്യേകതകളുമുണ്ട്. വാർഡ് വികസനത്തിൽ ആഭ്യന്തര മത്സരങ്ങൾ പോലുമുണ്ട്. ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റുന്നതിനായിട്ടാണ് ഇത്. മെച്ചപ്പെട്ട ഒരു ഭരണസമിതി ഉണർന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ് ഇവ. എൻ്റെ പേര് സിനി ബാബു. എൻ്റെ വാർഡ് 1 എരിഞ്ഞിപ്ര ഡിവിഷൻ എന്നാണ് എൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ പേര്. ഏകദേശം 413 കുടുംബങ്ങളാണ് എൻ്റെ വാർഡിലുള്ളത്. ബാങ്കിങ് രംഗത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, 593 നമ്പർ പരിയാരം സർവീസ് സഹകരണ ബാങ്ക് എന്നീ 2 സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് 2 അംഗനവാടികളാണ് എൻ്റെ വാർഡിൽ പ്രവർത്തിക്കുന്നത്. ഒരു ഗ്രാമീണ വായനശാല, മഹാത്മാ ഗ്രാമവികസന സൊസൈറ്റി എന്നീ 2 സാംസ്കാരിക സംഘടനകൾ എൻ്റെ വാർഡിൽ പ്രവർത്തിച്ചു വരുന്നു. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ ICDS സൂപ്പർവൈസറുടെ ആസ്ഥാന കാര്യാലയം എൻ്റെ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്നീ രംഗങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കുടിവെള്ള പദ്ധതി എൻ്റെ വാർഡിൽ 85 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന 85 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് 1-ാം വാർഡ് മഹാത്മാ കുടിവെള്ള പദ്ധതി എന്ന രീതിയിൽ ഒരു പുതിയ പ്രോജക്റ്റ് കൊണ്ടുവരികയും അത് പൂർത്തിയാക്കുവാൻ സാധിക്കുകയും സഫിഷ്യൻ്റായി 85 കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 1.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എൻ്റെ വാർഡിൽ നടപ്പിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് എൽസി തോമസ്. പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് 2-ാം വാർഡിലാണ്. പരിയാരം അങ്ങാടിയിൽ നിന്ന് തുടങ്ങി കുറ്റിക്കാട് മണലായി അറ്റം വരെയാണ് എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വാർഡിൽ 456 കുടുംബങ്ങളുണ്ട്. 1329 അംഗങ്ങളാണുള്ളത്. പിന്നെ എൻ്റെ വാർഡിൽ 3 ക്ഷേത്രങ്ങളുണ്ട്. അന്നപൂർണേശ്വരി അമ്പലം ക്ഷേത്രം, അയ്യപ്പസ്വാമി അമ്പലം, സെൻറ്റ് ജോർജ് കോൺവെൻറ്റിൽ 62 മാനസിക വെല്ലുവിളിയിൽ നേരിടുന്ന കുട്ടികളും 10 സിസ്റ്റേഴ്സുമാണുള്ളത്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി തൃശൂർ ജില്ലയിലെ പരിയാരം കേന്ദ്രമാക്കി 1997 സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ആശ്രയ ഭവൻ ട്രെയിനിങ് സെൻറ്റർ. 10 കുട്ടികളുമായി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇന്ന് 50ഓളം കുട്ടികൾ പരിശീലനം നേടിവരുന്നു. അക്ഷരജ്ഞാനത്തോടൊപ്പം കലാകായിക രംഗങ്ങളിലും തൊഴിൽ രംഗങ്ങളിലും ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നീ രംഗങ്ങളിലും ഈ സ്ഥാപനത്തിൽ പരിശീലനം നൽകി വരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനുള്ള ഏക വരുമാനം സംസ്ഥാന ഗവൺമെൻറ് നൽകി വരുന്ന നിസാരമായ ഒരു ഗ്രാൻഡ് മാത്രമാണ്. നല്ലവരായ ഉപകാരികളും ഈ സ്ഥാപനത്തെ സഹായിച്ചു വരുന്നു. ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഈ കുട്ടികളിൽ 4 വിഭാഗത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടുന്നു. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് എന്നീ വിഭാഗങ്ങളിലാണ് ഈ കുട്ടികൾ ഉൾപ്പെടുക. അതിൽ മൈൽഡ്, മോഡറേറ്റ് എന്നീ വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും തൊഴിൽ പരിശീലനങ്ങളും നൽകി വരുന്നു. പരിയാരം പഞ്ചായത്തിലെ സാക്ഷരതാ മിഷൻ സംഘടിപ്പിക്കുന്ന തുല്യതാ പരീക്ഷകളിൽ ഈ സ്ഥാപനത്തിലെ 20 കുട്ടികൾ 4-ാം ക്ലാസ്സിലും 7 കുട്ടികൾ 7-ാം ക്ലാസ്സിലും 1 കുട്ടി 10-ാം ക്ലാസ്സിലും പരീക്ഷ എഴുതി പാസ്സായി എന്നുള്ളത് സന്തോഷപ്രദമായ ഒന്നാണ്. ഒരുപാട് നല്ല മനസ്സുകളുടെ മധ്യത്തിലാണ് നാം ഇപ്പോൾ അയക്കുക. അതിനാൽ തന്നെ നാം ഭാഗ്യപ്പെട്ടവരാണ്. നമ്മിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ തൊട്ടുണർത്തി ബഹുമുഖ പ്രതിഭകളാക്കി ഉയർത്തുന്ന ആ മഹാമനസ്സുകളെ നമുക്ക് ഈശ്വര സന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ, പഞ്ചവടിയിലെ സീത പെണ്ണിനെ
ചെടിയിലാട്ടി കഥ പറയൂ. ആയിരത്തി 1946 നവംബർ 21 ദേവദാസനായ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ സ്ഥാപിച്ച ഈ ചാരിറ്റി സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു പ്രേക്ഷിത മേഖലയാണ് സമുദായം അവഗണിക്കപ്പെട്ടവർക്കും ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്കും വേണ്ടിയുള്ള ഇത്തരം സ്ഥാപനങ്ങൾ. ഞങ്ങളുടെ ഈ സേവനം വഴിയായി കുടുംബത്തു നിന്നും സ്നേഹം ലഭിക്കാത്ത ഇത്തരം കുഞ്ഞുമക്കൾക്ക് ഞങ്ങൾ വാത്സല്യവും സ്നേഹവും പകർന്നു കൊടുത്തുകൊണ്ട് അവരെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, അതുവഴിയായി ഞങ്ങളും ദൈവസ്നേഹത്തിലേക്ക് ഉയരുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ VFPCK എൻ്റെ വാർഡിൽ നിലകൊള്ളുന്നു. അതിൽ കർഷകർക്കായി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണത്. 3 കുടിവെള്ള പദ്ധതികളാണ്. ലക്ഷം വീട് കുടിവെള്ള പദ്ധതി, ഇല്ലിക്കൽ ചിറ കുടിവെള്ള പദ്ധതി, കാരുണ്യ കുടിവെള്ള പദ്ധതി. 21 സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീകൾ പ്രവർത്തിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും സജീവരാണ് അവർ. ADS, CDS എന്നീ തലങ്ങളിലൊക്കെ വളരെ ഭംഗിയായി പ്രവർത്തനങ്ങൾ നടത്തുന്നു. പിന്നെ 3 യൂത്ത് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 6 ചിൽഡ്രൻസ് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 86 കുട്ടികൾക്ക് പഠനോപകരണങ്ങളും സ്കോളർഷിപ്പും നൽകി വരുന്നു. പിന്നെ വാർഡിൽ മൊത്തം 1 കോടിയോളം രൂപ ചെലവഴിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ വാർഡിൽ ഒരു അംഗൻവാടി 15 കുട്ടികളാണ് അതിൽ പഠിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 75 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 56 പേര് 100 തൊഴിൽ ദിനങ്ങൾ ലഭിച്ച സ്ത്രീകളാണ്. എൻ്റെ പേര് മെഴ്സി വർഗീസ്. എൻ്റെ വാർഡ് 3-ാം വാർഡ്. എൻ്റെ വാർഡിൻ്റെ പേര് കുറ്റിക്കാട് പാറക്കുന്ന്. എൻ്റെ വാർഡിൽ 420 കുടുംബങ്ങളുണ്ട്. ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിപ്പണിയാണ്. പൊരുമ്പത്തോടിൻ്റെ ഭാഗം തുടങ്ങി കപ്പത്തോട് വടക്ക് ഭാഗം, കിഴക്ക് ഭാഗം കൈതപ്പള്ളി റോഡും തെക്കമ്പേലി ചട്ടിക്കുളം റോഡ് ആണ് അതിർത്തിയായിട്ട് കിടക്കുന്നത്. അംഗൻവാടി ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കോളനിയോടനുബന്ധിച്ച് ഒരു കുടിവെള്ള പദ്ധതി നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. വെസ്റ്റ് കുറ്റിക്കാട് കുടിവെള്ള പദ്ധതിയിലും 40ഓളം വീട്ടുകാർ ആ വെള്ളം ഉപയോഗിച്ച് ജീവിക്കുന്നുണ്ട്. ഖാദി അസോസിയേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിൽ 20 ചർക്കകളും 10 തറികളും പ്രവർത്തിക്കുന്നു. തറികളിൽ മുണ്ടുകൾ നെയ്യുന്നുണ്ട്. ചർക്കകളിൽ നൂറ്റ് മുണ്ടുകൾ അവിടെ തന്നെ നെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ചെറുകിട വ്യവസായ യൂണിറ്റുകൾ വാർഡിൽ പ്രവർത്തിക്കുന്നു. അരിപ്പൊടി, കറി പൗഡറുകൾ എന്നിവ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന യൂണിറ്റുകളുണ്ട്. 1 കോടിയോളം രൂപ 4 വർഷം കൊണ്ട് വാർഡിൽ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. റോഡുകളുടെ പുനരുദ്ധാരണവും വ്യക്തിഗത ആനുകൂല്യങ്ങളും ആണ് അധികവും നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാനായിട്ടുള്ള പദ്ധതി രേഖകളെല്ലാം ആസൂത്രണം ചെയ്തു അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എൻ്റെ പേര് ഡേവിസ് വടക്കൻ. വാർഡിൻ്റെ പേര് കുറ്റിക്കാട്. 450ഓളം കുടുംബങ്ങൾ സ്ഥിതി ചെയ്യുന്ന എൻ്റെ വാർഡിൽ 30 കുടുംബാംഗങ്ങളോളം പട്ടികജാതി വർഗത്തിൽപ്പെട്ടിട്ടുള്ളവരാണ്. വടക്ക് ഭാഗത്തായിട്ട് കപ്പത്തോടും തെക്ക് ഭാഗത്ത് കൈതപ്പള്ളിത്തോടും സ്ഥിതി ചെയ്യുന്നു. ആ കപ്പത്തോട് വാട്ടർ ഷെഡിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ വാർഡിൽ നടക്കുന്നുണ്ട്. കൃഷിയാണ് മുഖ്യ തൊഴിൽ. അതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന 4000 കുട്ടികളോളം പഠിക്കുന്ന LP, ഹൈസ്കൂൾ, +2 സ്ഥാപനം നിലനിൽക്കുന്നു.
16,000-ഓളം അംഗങ്ങൾ ഉള്ള സൂപ്പർ ഗ്രേഡ് പദവിയുള്ള കുറ്റിക്കാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ സംഘം, 1500 അംഗങ്ങളിൽ അധികമുള്ള മൾട്ടിപർപ്പസ് സഹകരണ സംഘം, കാത്തിൽ ശ്രീയം ബാങ്ക്, KSS ഓഡിറ്റോറിയം, ലോക പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ്റെ അധീനതയിലുള്ള ബോക്സർ കമ്പനി മുതലായവ സ്ഥിതി ചെയ്യുന്നു. 2 അംഗനവാടികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. 1 ഏക്കർ 26 സെൻറ്റ് സ്ഥലത്തോളം ഉള്ള തെക്കൻ വേലിക്കുളം എൻ്റെ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള നീന്തൽക്കുളത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. 90 ലക്ഷം രൂപയോളം എൻ്റെ വാർഡിൽ വിവിധ പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. 2 കുടിവെള്ള പദ്ധതികൾ നിലനിൽക്കുന്ന വാർഡിൽ വെള്ളത്തിന്, ജലസേചനത്തിനും വെള്ളത്തിനും ബുദ്ധിമുട്ടുള്ള കൈതപ്പള്ളി ഏരിയയിലേക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നിലനിൽക്കുന്നു. എൻ്റെ പേര് MD ജോയ് മുട്ടൻതോട്ടി, മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വാർഡ് 5-ാം വാർഡ്, പേര് ചങ്കംകുറ്റി. എൻ്റെ വാർഡിൽ 484 കുടുംബങ്ങളുണ്ട്. എടുത്ത് പറയത്തക്ക സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ല. ആരോഗ്യരംഗത്ത് സബ് സെൻറ്റർ പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് 70-ഉം 71-ഉം നമ്പർ 2 അംഗനവാടികൾ പ്രവർത്തിക്കുന്നു. 150 കുടുംബങ്ങൾക്ക് വേണ്ടി സമൃദ്ധി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി. കഴിഞ്ഞ 4 വർഷ കാലയളവിൽ 1.5 കോടി രൂപയോളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സമ്പൂർണ്ണ വൈദ്യുതീകരണമാണ് കൂടുതലായും നടപ്പിലാക്കിയിട്ടുള്ളത്. റോഡുകളുടെ പുനരുദ്ധാരണവും കുറ്റിക്കാട് അന്തറക്കെമ്പാടം റോഡ്, കുറ്റിക്കാട് ചങ്കംകുറ്റി റോഡ്, കുറ്റിക്കാട് കൂർക്കമറ്റം റോഡ്, PWD റോഡ് മുതൽ ഈശ്വരവിലാസം റോഡ് വരെ. പുതിയ റോഡുകൾ ഈശ്വരവിലാസം റോഡ്, രണ്ടാമത്തത് വാലുങ്ങൽ കുളിക്കടവ് റോഡ്. എൻ്റെ പേര് PP പോളി. എൻ്റെ വാർഡിൻ്റെ പേര് പീലാർമൊഴി, 7-ാം വാർഡ്. പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും കിഴക്കൻ മേഖലയായിട്ടുള്ള പ്രദേശത്താണ് എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഭാഗം അതിരപ്പള്ളി പഞ്ചായത്തും ഒരു ഭാഗം കോടശ്ശേരി പഞ്ചായത്തുമാണ്. ഏകദേശം 500 കുടുംബങ്ങൾ ഉണ്ട്. 1200ഓളം ജനസംഖ്യയാണ് നമ്മളുടെ വാർഡുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഞാൻ 14 വർഷമായി പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇപ്പോഴത്തെ 7-ാം വാർഡിലും അതുപോലെ തൊട്ട് മുൻപുള്ള 6-ാം വാർഡിലും ഞാൻ സേവനം അനുഷ്ഠിച്ചു വരുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഒരു ഉപകേന്ദ്രം പീലാർമൊഴി സബ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. 4 അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഷീറ്റ് മേയലും അതുപോലെ തന്നെ ടൈല് വിരിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പള്ളിയും 2 അമ്പലവും നിലവിലുണ്ട്. പള്ളിയുടെ പേര് മോതിരക്കണ്ണി സെൻറ്റ് ജോർജ് പള്ളി. പീലാർമൊഴിയിലുള്ള അമ്പലം സ്ത്രീകളുടെ ഒരു വിശേഷപ്പെട്ട ഒരു അമ്പലമാണ്. സ്ത്രീകളുടെ 18-ാം പടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അമ്പലം പീലാർമൊഴിയിൽ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം ഹിഡുമ്പങ്കവല ഭാഗത്തൊരു രക്തേശ്വരി ക്ഷേത്രത്തിൻ്റെ ശാഖ പ്രവർത്തിക്കുന്നു. വാർഡിൻ്റെ ഏറിയ ഭാഗവും കാർഷിക മേഖലയെ ആസ്പദമായിട്ടാണ് നിലനിൽക്കുന്നത്. ജലസേചന സൗകര്യം എന്ന് പറയുന്നത് തുമ്പൂർമൊഴി വലതുകര കനാലിൻ്റെ നോർത്ത് കൊന്നക്കുഴി മുതൽ പീലാർമൊഴി അറ്റം വരെ, വാർഡിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ സമൃദ്ധിയായിട്ട് ഒഴുകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാർഷിക മേഖല വളരെയധികം വികസിക്കാനും അത് കൊണ്ടു നടക്കാനുമൊക്കെ ജനങ്ങൾക്ക് കഴിയുന്നത്. ഏറ്റവും കൂടുതൽ ജലത്തിന് വേണ്ടി ആശ്രയിക്കുന്നതും ഈ കനാലിനെ തന്നെയാണ്. നമ്മുടെ ജലനിധിയുമായി ബന്ധപ്പെട്ട് 2000-2005 കാലഘട്ടത്തിൽ പരിയാരം പഞ്ചായത്തിൻ്റെ 25 സ്ഥലങ്ങളിൽ കുടിവെള്ള സ്കീമുകൾ ഉണ്ടാക്കിയതിൽ വാർഡിൻ്റെ മിക്ക സ്ഥലങ്ങളിലും ഈ സ്കീം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു കാര്യമായി കാണുന്നു. മോതിരക്കണ്ണിയിൽ നിന്ന് അതിരപ്പള്ളി പഞ്ചായത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു റോഡാണ് പീലാർമൊഴി കൊട്ടാമല റോഡ്. കാലങ്ങളായിട്ട് വഴിക്ക് സ്ഥലം വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് പ്രാദേശവാസികളുടെയും ഒക്കെ ശ്രമഫലമായിട്ട് കുറച്ച് രൂപയൊക്കെ പിരിച്ചുകൊണ്ട് സ്ഥലം വാങ്ങി അതിൽ നിന്ന് അത് പ്രകാരം റോഡ് തുറക്കുകയും അതിനോടനുബന്ധിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ 1 കോടി രൂപയും അതോടൊപ്പം പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജനയിൽ നിന്ന് 2,30,00,000 രൂപയും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 7-ാം വാർഡിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വാർഡാണ്. വാർഡിൽ 210ഓളം പേര് സ്ഥിരമായി ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുകയും 180-നടുത്ത് ആളുകൾ സ്ഥിരമായി പണിക്ക് പോവുകയും ചെയ്യുന്നു. തൊഴിലുറപ്പിൻ്റെ വലിയ ഒരു
സംഖ്യ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ട്. 25 കുടുംബശ്രീ സംഘങ്ങൾ, അയൽക്കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ 10ഓളം പുരുഷ സ്വയം സഹായ സംഘങ്ങളും പ്രവർത്തിച്ചു വരുന്നു. മോതിരക്കണ്ണി ഹോളി ഫാമിലി കോൺവെൻറ്റിൻ്റെ നേതൃത്വത്തിലും സംരക്ഷണയിലും നടത്തിപ്പോരുന്ന സ്ഥാപനമാണ് അമ്മ വയോജന ആശ്രയ കേന്ദ്രം. മദറിൻ്റെ പേരെന്ന് പറയാം. എൻ്റെ പേര് സിസ്റ്റർ മേരി പാസ്റ്റർ. നമ്മൾ ഈ അമ്മ ആശ്രയ കേന്ദ്രം ആരംഭിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? എന്നായിരുന്നു? 18 വർഷം പൂർത്തിയാക്കി. 1997 ജാനുവരി 30 പരേതനായ ഏറ്റവും പ്രിയങ്കരനായ കുണ്ടുകൊല്ലം പിതാവ് ഉദ്ഘാടനം ചെയ്ത മന്ദിരമാണത്. ആരോരും ഇല്ലാത്തവരെ സഹായിച്ചാൽ ദൈവം നൽകുന്ന പ്രതിഫലം എന്തുമാത്രം ഒന്ന് തിട്ടപ്പെടുത്താനാവില്ല. അതാണല്ലോ വചനം. അതെ. അപ്പം ഈ ആരോരുമില്ലാത്ത ഈ വയോധികരെ, വയോജനങ്ങളെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഞങ്ങൾക്കിവിടെ പലരും കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു മനോഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്നത് പോലീസുകാരാണ്, ചാലക്കുടി പോലീസാണ്. അതിക്ക് തലേ ദിവസം രാത്രി 11 മണിക്ക് ചിന്നസ്വാമി എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു സഹോദരനെ കൊണ്ടുവന്നത് തൃശ്ശൂരത്തെ സോഷ്യൽ വർക്കേഴ്സാണ്. പിന്നെ കുടുംബങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുമ്പോൾ അയൽപ്പക്കക്കാർ, പഞ്ചായത്തുകൾ, പള്ളികൾ, അങ്ങനെ നല്ല വ്യക്തികൾ പറയും ഇങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ കൊണ്ടുവരാൻ പറയും. പിന്നെ ഞങ്ങൾക്കറിയാം, ഞങ്ങളറിയുന്ന വ്യക്തികൾ, മക്കളില്ലാത്തവർ, ആർക്കും വേണ്ടാത്തവരൊക്കെ പല വിധത്തിലാണ് ഞങ്ങൾ പോയി കൊണ്ടുവരാറില്ല. ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കുക. മുൻപ് വിളിച്ച് ചോദിച്ച് സ്ഥലമുണ്ടെന്ന് തിട്ടപ്പെടുത്തിയിട്ട് വരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കും. വാർഡ് മെമ്പറാണ് ശ്രീ പി പോളി. അപ്പം നമുക്ക് ഇതുപോലെ ഉള്ള ഒരു ശരണാലയം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സ്ഥാപനം നമ്മുടെ പഞ്ചായത്തിൻ്റെ മേഖലയിൽ വരുന്ന ആണല്ലോ. അപ്പോൾ ആ നിലയിൽ വാർഡ് മെമ്പർക്ക് കുറേ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് ഇതിൽ, അല്ലേ? അപ്പം അദ്ദേഹത്തിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ മോതിരക്കണ്ണിയെ സംബന്ധിച്ച്, ഈ പ്രദേശത്തെ സംബന്ധിച്ച്, ഈ വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള ഒരു സ്ഥാപനം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ ആരോഗ്യമില്ലാത്തവർക്ക് ആശ്രയമായിട്ട് ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ പരിയാരം പഞ്ചായത്തിൽ തന്നെ ഇത്രയും വിപുലമായിട്ട് ആരോഗ്യമില്ലാത്തവരെ ഒരു പ്രതിഫലം കൂടാതെ നോക്കുന്ന ഒരു സ്ഥാപനം വേറെയില്ല. മാത്രമല്ല, പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം കൊടുക്കാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഇതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അപ്പോൾ ഒരു ടൈമിൽ, ഒരു സമയത്ത് ഇതിനു വേണ്ടി ഒരു റൂം പണിത് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ പഞ്ചായത്തിൽ നിന്ന് പൈസ മാറ്റി വെച്ചെങ്കിൽ പോലും പഞ്ചായത്തിന് വിട്ടുകൊടുക്കണമെന്നുള്ള നിയമപരമായിട്ടുള്ള നൂലാമാലകളിൽ അത് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ 75-80ഓളം ആരോഗ്യമില്ലാത്ത ആളുകൾ ഉണ്ട്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ്, ഏകദേശം 100 പേര് കഴിഞ്ഞു പോകുന്നത് പലരിൽ നിന്നും സഹായം, സുമനസ്സുകൾ, സംഭാവനയും മറ്റ് കാര്യങ്ങളും ഈ അമ്മയും അതുപോലെ തന്നെ സിസ്റ്റേഴ്സുമൊക്കെ വളരെ പ്രയാസത്തിലൂടെയാണ് ഇത് നേടിയെടുത്ത് ഇവരെ സംരക്ഷിച്ചു പോരുന്നത്. എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ, കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കരു കാണാക്കിളി ഞാൻ, ചന്ദനം ചാർത്തുന്ന
മന്ദസ്മേരവുമാ ഈ കിളിവതുക്കളെത്തിരി നേരം നിൽക്കൂ നിൽക്കൂ നീ നിൽക്കൂ നിൽക്കൂ നീ കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കരിരു കാണാക്കിളി ഞാൻ എന്നോടിത്ര പരിഭവം തോന്നുവാൻ കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കരിരു കാണാക്കിളി ഞാൻ ആത്മമിത്രമാണ് കേട്ടോ. ചെവി കേൾക്കില്ല, സംസാരിക്കില്ല. അവർ തമ്മിലുള്ള ബന്ധം ഭയങ്കര സ്ട്രോങ് ആണ്. എൻ്റെ പേര് പ്രിയ വിനയൻ, പെരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. കൊന്നക്കുഴി 8-ാം വാർഡാണ് ഞാൻ പ്രതികരിക്കുന്ന എൻ്റെ വാർഡ്. പെരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും കിഴക്കൻ മേഖലയിലും അതേപോലെ തന്നെ അതിരപ്പള്ളി പഞ്ചായത്തിൻ്റെ അതിർത്തിയുമാണ് എൻ്റെ വാർഡ്. ഏകദേശം 435ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. 2 അംഗൻവാടിയും വനിതാ വിപണന കേന്ദ്രവും അതേപോലെ തന്നെ ഒരു മിനി കമ്മ്യൂണിറ്റി ഹാളുമുണ്ട്. വിവിധ മേഖലകളിലായിട്ട് 80 ലക്ഷം രൂപയോളം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. റോഡുകളുടെ പുനരുദ്ധാരണം, അതേപോലെ തന്നെ ടാറിങ്, അംഗൻവാടികളുടെ വൈദ്യീകരണം, അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ 3/4 ഭാഗത്തോളമുള്ള വൈദ്യീകരണവും ഈ വാർഡിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കാറ്റിൽ ബ്രീഡിംഗ് ഫാമും പ്രൈവറ്റ് മേഖലയിൽ 2 മിനറൽ വാട്ടറിൻ്റെ കമ്പനികളും എൻ്റെ വാർഡിൽ നിലവിലുണ്ട്. ആരാധനാലയങ്ങളായ കൊന്നക്കുഴി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും സെൻറ്റ് ആൻ്റണീസ് ചർച്ചും 25 മീറ്ററോളം അകലത്തിൽ മതസൗഹാർദ്ദം ഉറപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ചാലക്കുടി പുഴയുടെ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് വിരിപ്പാറ പ്രദേശം. അവിടെയാണ് കണ്ടംകുളത്തി ആയുർവേദ കേന്ദ്രവും അതേപോലെ തന്നെ 2-3 റിസോർട്ടുകളും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു മേഖലയായിട്ട് ഈ പ്രദേശം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും പുറത്തുമായി മാർക്കറ്റിംഗ് നടത്തുന്ന ഗോകുലത്തിൻ്റെ ഹോളി അക്വോവയും അതേപോലെ തന്നെ സ്പ്രിംഗ് വാലി വാട്ടർ യൂണിറ്റിൻ്റെ 2 കമ്പനികൾ എൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ വാർഡിൽ വനവകുപ്പിൻ്റെ ഒരു ഓഫീസും 1957 രൂപീകൃതമായ തുമ്പൂർമൊഴി ലിഫ്റ്റ് ഇറിഗേഷൻ്റെ വലതുകര കനാലും എൻ്റെ വാർഡിലൂടെ കടന്നു പോകുന്നുണ്ട്. വടക്ക് ഭാഗത്തായി ഉള്ള കുമ്പളമുടി മലയുടെ താഴ്വാര പ്രദേശമാണ് ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശം. അവിടുത്തെ കർഷകരെ വേദനിപ്പിക്കുന്ന രീതിയിൽ വന്യജീവികളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. വ്യാപകമായ കൃഷി നശിപ്പിക്കുന്ന രീതിയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒന്നാണ്. എൻ്റെ പേര് ഷീബ ഡേവിസ്. പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടിയാണ്. കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വാർഡിൽ ഏകദേശം 510ഓളം കുടുംബങ്ങളുണ്ട്. 2 അംഗനവാടികൾ ഉണ്ട്. 84-ാം നമ്പർ അംഗനവാടി കാഞ്ഞിരപ്പള്ളി IHDP കോളനിയിൽ പ്രവർത്തിക്കുന്നു. 86-ാം നമ്പർ അംഗനവാടി ചക്രപാണി സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഒരു സബ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. 2 ക്ഷേത്രങ്ങൾ ഉണ്ട്. ഒന്ന് ആനേലി കുടുംബക്ഷേത്രവും മറ്റൊന്ന് മുനിപ്പാറ ശ്രീവിഷ്ണു ക്ഷേത്രവും. കൊന്നക്കുഴി ഗവൺമെൻറ് LP സ്കൂൾ എൻ്റെ വാർഡിൽ പ്രവർത്തിക്കുന്നു. അടുത്ത വർഷം
25ാം വാർഷികം ആഘോഷിക്കുന്നു. ഹോളി ഫാമിലി കോൺവെൻറ്റ്, അതുപോലെ തന്നെ ശാന്തി ആശ്രമം എന്നീ 2 സ്ഥാപനങ്ങൾ എൻ്റെ വാർഡിലുണ്ട്. ഹോളി ഫാമിലി കോൺവെൻറ്റിൽ നഴ്സറി സ്കൂളും ശാന്തി ആശ്രമത്തിൽ സിസ്റ്റേഴ്സ് പ്രാർത്ഥനയ്ക്ക് മാത്രമായി ഒരുമിച്ച് കൂടുന്നു. ഭാഗവതം ആശ്രമം എന്നൊരു വലിയ സ്ഥാപനം എൻ്റെ വാർഡിൽ ഉണ്ട്. ആരോരുമില്ലാത്തവർക്ക് ആശ്രയമരുളുവാനായിട്ട് സ്വാമി ഉദിത് ചൈതന്യയുടെ നേതൃത്വത്തിൽ ആ സ്ഥാപനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഈ ആശ്രമം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് 2014 ജനുവരിയിലാണ്. പരിയാരം പഞ്ചായത്തിൽ മുനിപ്പാറ എന്ന ഗ്രാമത്തിലാണ് സ്വാമി ഉദിത് ചൈതന്യയുടെ നേതൃത്വത്തിലുള്ള ഭാഗവതം വില്ലേജ് എന്ന ഈ ഭാഗവത ഗ്രാമം പ്രവർത്തിക്കുന്നത്. നമ്മുടെ പൂർവികന്മാർ അനുശാസിച്ചിരുന്ന വിധത്തിലുള്ള പഞ്ചയജ്ഞമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭൂസേവ, ഗോസേവ, മാതൃപിതൃസേവ, ജ്ഞാനസേവ, ദീനസേവ എന്ന 5 വിധത്തിലുള്ള സേവകളാണ് ഇതിൽ പഞ്ചയജ്ഞത്തിൽ വരുന്നത്. ഭൂസേവ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ നൈസർഗികമായ ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുത്താതെ തികച്ചും ജൈവ രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ നടത്തുന്നത്. ഗോസേവ എന്ന് പറയുമ്പോൾ നമ്മുടെ തനതായ നാടൻ രീതിയിലുള്ള പശുക്കളെ കണ്ടെത്തി അവയെ ഇവിടെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മാതൃപിതൃസേവ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മൾ പ്രായമായ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും നമ്മളിവിടെ സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ അന്തേവാസികളെല്ലാവരും തന്നെ വളരെ പ്രായം ചെന്നിട്ടുള്ള ആൾക്കാരാണ്. ദീനസേവ, സമൂഹത്തിൽ സാമ്പത്തികമായും രോഗങ്ങൾ കൊണ്ടും ആവശ്യതയും അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു വരുന്നു. ജ്ഞാനസേവ എന്ന് പറയുമ്പോൾ അതിൽ പുരാണ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ പൂർവികന്മാർ എന്തു പറയുന്നു, നമ്മളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം, എന്താണ് നമ്മൾ ജന്മം കൊണ്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതാണ് ജ്ഞാനസേവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ അന്തേവാസികളെ ഈ വിധത്തിൽ ജീവിക്കുന്നതിനും മാനസികമായി അതിന് ഉന്നതിയിലേക്ക് എത്തുന്നതിനും എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും സ്വാമിജിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നു. സിബില എന്ന പേരിൽ ആയുർവേദ മരുന്ന് കമ്പനിയും എൻ്റെ വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. JJ ഓർത്തഡോണ്ടിക്സ് കമ്പനി എന്ന പേരിൽ പല്ല് സംബന്ധമായ കാര്യങ്ങൾ അവിടെ ചെയ്തു പോകുന്നുണ്ട്. മുനിപ്പാറ പ്രാർത്ഥനാലയം അവിടെ പ്രവർത്തിക്കുന്നു. പ്രാർത്ഥനയും മറ്റ് രോഗി ശുശ്രൂഷയും അവിടെ നടക്കുന്നുണ്ട്. നമസ്തേ ആയുർവേദ ക്ലിനിക് എന്ന പേരിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ എൻ്റെ വാർഡിൽ പ്രവർത്തിക്കുന്നു. പച്ചമരുന്നുകളുടെ ഉപയോഗവും ഒപ്പം തന്നെ യോഗ, മറ്റ് ചെറിയ രീതിയിലുള്ള ക്ലിനിക്കുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷങ്ങളിലായി ഈ വാർഡിൽ ഏകദേശം 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പല മേഖലകളിലായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഏകദേശം 6ഓളം റോഡുകളും പാലങ്ങൾ അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് MS രവി, 10ാം വാർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ വാർഡിൻ്റെ പേര് ഒരപ്പന. കാഞ്ഞിരപ്പള്ളി IHDP കോളനി മുതൽ ഒരപ്പന, അന്തരക്കാമ്പാടം, ബാലികുളം മുതൽ നോർത്ത് കൊന്നക്കുഴി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശം പുല്ലുപുണി മലയുടെ താഴ്വാരങ്ങളിലായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. എൻ്റെ വാർഡ് ഒരു സംവരണ വാർഡാണ്. ഏകദേശം 128ഓളം പട്ടികജാതി കുടുംബങ്ങൾ ഈ വാർഡിലുണ്ട്. എങ്കിലും ഈ വാർഡ് ഒരു ക്രിസ്തീയ പ്രാതിനിധ്യമുള്ള ഒരു വാർഡാണ്. 79ാം നമ്പർ അംഗനവാടിയാണ് വാർഡിൽ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വാർഡിൽ 2 ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്ന് അയ്യപ്പ ക്ഷേത്രവും മറ്റൊന്ന് അന്നപൂർണേശ്വരി ദേവീക്ഷേത്രവും 3 കപ്പേളകളുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു സാംസ്കാരിക സ്ഥാപനമായ ചാക്കോ മാസ്റ്റർ സ്മാരക വായനശാല, ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരത്തോടുകൂടിയ ഒരു വായനശാലയും വാർഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഇവിടെ കൃഷിയാണ് ആളുകളുടെ ഉപജീവന മാർഗം. വാഴകൃഷിയും റബ്ബർ കൃഷിയുമാണ് കൂടുതൽ കർഷകരായിട്ടുള്ളത്. എൻ്റെ വാർഡിൽ അറിയപ്പെടുന്നവരും അറിയപ്പെടാതിരിക്കുന്നതായിട്ടുള്ള ഒത്തിരി കലാകാരന്മാരുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള പരമ്പരാഗത നെയ്ത്ത് തൊഴിലാളിയായ കുമാരൻ, കാളിക്കുട്ടി,
എന്നീ പരമ്പരാഗത നെയ്ത്ത് തൊഴിലാളികളുണ്ട്. നെയ്ത്തിൽ തന്നെ വിസ്മയം തീർക്കുന്ന 2 കലാകാരന്മാരാണ് ഇവർ. മറ്റൊന്ന് യുവ മാന്ത്രികനായിട്ടുള്ള ബിജു കളത്തിൽ എൻ്റെ വാർഡിലാണ് ഉള്ളത്. നമസ്കാരം. ഞാൻ മജിഷ്യൻ ബിജു കളത്തിൽ, സർക്കാർ ജീവനക്കാരനാണ്. 1992 വളരെ ചെറിയ രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ തുടങ്ങിയ ഒരു മാജിക് ഷോ. അന്ന് വെറും ടൈം പാസിംഗ് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം എങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ മാജിക് ഷോ ഞാൻ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച മാജിക് ഷോ സാംസ്കാരിക കേരളത്തിന് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഏഷ്യൻ മാജിക് തിയേറ്റർ എന്ന പേര് ഈ ലക്ഷ്യത്തോടു കൂടി ഒരു മാന്ത്രിക സമിതിക്ക് ഞാൻ രൂപം നൽകിയിട്ടുണ്ട്. 4 ലേഡീസ് അടക്കം 12 പേരാണ് ഈ സമിതിയിൽ ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച എല്ലാ മാന്ത്രിക ഐറ്റങ്ങളും ഈ പ്രോഗ്രാമിൽ കൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. മാജിക് എക്സ്ട്രീം എന്നാണ് ഈ പ്രോഗ്രാമിന് പേര് നൽകിയിരിക്കുന്നത്. ചിത്രകലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള തോമസ് കറുകുറ്റിക്കാരൻ, കവിതാ രചനയിൽ ജോയി വടക്കുംപാടൻ എന്നീ വ്യക്തികളും 10ാം വാർഡിലുള്ളതാണ്. എൻ്റെ വാർഡിൽ
പ്രധാനമായിട്ടും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾക്ക് വേണ്ടിയാണ് ഈ കാലയളവിൽ ഫണ്ട് മാറ്റിവെച്ചിട്ടുള്ളത്. വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്ന മണ്ണ് റോഡുകളാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി മെറ്റലിംഗ്, ടാറിംഗ് പോലുള്ള പ്രവൃത്തികൾ നടത്തി കഴിഞ്ഞു. ഈ സാമ്പത്തിക വർഷത്തിലും പുതിയ റോഡുകൾക്ക് വേണ്ടി ഫണ്ട് വകയിരുത്തി വെച്ചിട്ടുണ്ട്. വാർഡിലെ 3 പട്ടികജാതി കോളനികളാണുള്ളത്. ഇവിടേക്ക് IAY ഭവന നിർമ്മാണത്തിന് ഏകദേശം ഒരു 15ഓളം ഭവനം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും പുതിയ വീടുകൾക്കും നമ്മൾ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കോളനികളുടെ ഇടയിലൂടെയുള്ള ചെറു വഴികൾ, അതിൻ്റെ വികസനം പൂർണ്ണമാക്കുക ഒരു സ്വപ്നം ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഏകദേശം ഈ കാലയളവിൽ, ഈ 4 വർഷ കാലയളവിൽ 2 കോടിയോളം രൂപ എൻ്റെ വാർഡിന് വേണ്ടി ചിലവഴിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ദേവസി കരിപ്പായി, തൂമ്പാക്കോട്, കുറ്റിക്കാട്, കൈതപ്പിള്ളി, ഒരപ്പന തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏകദേശം മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന വാർഡ് 11 ഉൾക്കൊള്ളുന്ന ഭാഗം പ്രതിനിധീകരിക്കുന്ന മെമ്പറാണ്. എൻ്റെ വാർഡിൽ പ്രധാനമായും 436 കുടുംബങ്ങളിലായി 1200ഓളം വോട്ടർമാർ തിങ്ങിപ്പാർക്കുന്നു. സാമ്പത്തികമായി വളരെ ഉയർന്നവരും അതോടൊപ്പം തന്നെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായിട്ടുള്ള ഒരു സമ്മിശ്ര ജനത ഉൾക്കൊള്ളുന്ന ഒരു വാർഡാണിത്. അതോടൊപ്പം തന്നെ പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, BSNL ഓഫീസ്, 2 അംഗൻവാടികൾ, വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ പരിയാരം പഞ്ചായത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന തൂമ്പാക്കോട് സെൻറ്റ് ജോർജ് UP സ്കൂൾ, സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്, അതുപോലെ തന്നെ തൂമ്പാക്കോട് സ്കൂൾ ഗ്രൗണ്ട്, കുറ്റിക്കാട് സ്കൂൾ ഗ്രൗണ്ട് തുടങ്ങിയ സ്ഥാപനങ്ങളും കളിസ്ഥലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം. പ്രധാനമായും ഒറ്റക്കൊമ്പൻ കോളനി പ്രദേശം, ഒരു SC കോളനി കൂടി ഈ വാർഡിൽ ഉൾക്കൊള്ളുന്നു. 3 കുടിവെള്ള പദ്ധതികളാണ് ഈ വാർഡിൽ പ്രധാനമായുള്ളത്. കൈതപ്പള്ളി കുടിവെള്ള പദ്ധതി, ഫ്രണ്ട്സ് കുടിവെള്ള പദ്ധതി, സാമൂഹ്യ ജലസേചന പദ്ധതി. ഇത്തരം പദ്ധതികളാണ് ഈ പ്രദേശത്തെ ജല ദൗർലഭ്യതയിൽ നിന്നും കരകയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം വിവിധ പദ്ധതികളിലായി 80 ലക്ഷത്തോളം രൂപ നമുക്ക് ഈ വാർഡിൽ തൊട്ടടുത്ത വർഷങ്ങളിലായി വിഭാവനം ചെയ്യാനും പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. 25 ലക്ഷത്തോളം രൂപ പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ പേര് ഷൈജി ബോസ്. എൻ്റെ വാർഡ് 13. എൻ്റെ വാർഡിൻ്റെ പേര് പൂവത്തിങ്കൽ. മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് 3 വർഷക്കാലം. മുനിപ്പാറ മുതൽ പരിയാരം വരെയാണ്, കുരിശ് വരെയാണ് എൻ്റെ വാർഡ്. ഏകദേശം 6 കിലോമീറ്ററോളം എൻ്റെ വാർഡ് ഉൾപ്പെടുന്നു. പരിയാരം പഞ്ചായത്തിൻ്റെ പകുതിയോളം ഭാഗത്ത് പുഴ, അതിൻ്റെ തീരത്താണ് ജനങ്ങൾ താമസിക്കുന്നത്. 6 വാർഡുകളോളം എൻ്റെ വാർഡിൻ്റെ എതിർവശത്ത് ഉണ്ട്. 430 വീടുകളോളമുണ്ട്. 5 SC വീടുകളും ST വീട് ഇല്ല. എൻ്റെ വാർഡിൽ 6 കടവുകളുണ്ട്. 3 പള്ളിയും 1 കപ്പോളയും എൻ്റെ വാർഡിലുണ്ട്. 2 അമ്പലം, രാജാക്കന്മാർ താമസിച്ചിരുന്ന കോവിലകം, ഡ്രീം വേൾഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക്, ശ്രീശക്തി പേപ്പർ മിൽ, KSB സബ്സ്റ്റേഷൻ, പമ്പ് ഹൗസുകൾ 2 പരിയാരം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാള്, അക്ഷയ കേന്ദ്രം, ആയുർവേദ ആശുപത്രി, മൃഗാശുപത്രി, വില്ലേജ് എന്നിവ എൻ്റെ വാർഡിലാണ്. ബാലുകുളത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം, കുടിവെള്ള പദ്ധതികൾ, അംഗൻവാടികൾ, വിവിധതരം റോഡുകൾ എന്നീ വികസന പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പാലിറ്റീവ് കെയർ, ജാഗ്രത സമിതി എന്നീ നല്ല ഏറ്റവും വലിയ പദ്ധതികൾ എൻ്റെ ഭരണസമയത്തായിരുന്നു. എൻ്റെ പേര് PP ആഗസ്തി.
എൻ്റെ വാർഡ് നമ്പർ 14, വാർഡിൻ്റെ പേര് മൂഴിക്കക്കടവ് നിയോജക മണ്ഡലം. ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. ഞാൻ 1988 മുതൽ തുടർച്ചയായിട്ട് ജനപ്രതിനിധിയാണ്. അതിൽ 2000 മുതൽ 2005 വരെ പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കഴിഞ്ഞ 27 വർഷമായിട്ട് പഞ്ചായത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സജീവമായിട്ട് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഏറെ അഭിമാനമുണ്ട്. എൻ്റെ വാർഡിലുള്ള സ്ഥാപനങ്ങൾ, ഒന്ന് സെൻറ്റ് ജോർജ് ചർച്ച് 29/12/1871 സ്ഥാപിതമായതാണ്. എൻ്റെ വാർഡ് ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി വാർഡാണ്. സെൻറ്റ് ജോർജ് ലോവർ പ്രൈമറി സ്കൂള് 1867 സ്ഥാപിച്ച് കുടിപ്പള്ളിക്കൂടമായി സ്ഥാപിച്ച് ഇന്ന് ഹൈസ്കൂളായും ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് പ്രവർത്തിക്കുന്നു. തൊട്ടടുത്ത ചാലക്കുടി പട്ടണത്തിൽ ഒരു സ്കൂളില്ലാത്ത കാലഘട്ടത്തിലാണ് പരിയാരം ഈ കൊച്ചു ഗ്രാമപഞ്ചായത്തിൽ ഈ സെൻറ്റ് ജോർജ് LP സ്കൂള് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ അതിൻ്റെ മനസ്സിലാക്കേണ്ടത്. സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് LP സ്കൂള് ഇന്നും അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പരിയാരം പഞ്ചായത്തിലെ വിഷ്ണു ശിവക്ഷേത്രം, ഏകദേശം 710 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം കുറിയേടത്ത് മനയുടേതായിരുന്നു. ശ്രീ നീലകണ്ഠൻ നമ്പൂതിരിയാണ് അത് ഇവിടുത്തെ ജനങ്ങൾക്കായിട്ട് വിട്ടുവന്നത്. സെൻറ്റ് ആൻ്റണീസ് സങ്കേത ഭവനം 17/7/1943 പ്രവർത്തനം ആരംഭിച്ചു. ആരോരുമില്ലാത്ത അഗതികളായ വൃദ്ധരായ അപ്പൂപ്പന്മാരെ അവിടെ സംരക്ഷിച്ചു പോരുന്നു. 1886 മുതൽ 1957 വരെ ഇവിടെ ജീവിച്ചിരുന്ന റവറൻ ഫാദർ മോൺസിഞ്ഞൂർ ആൻ്റണി പുതുശ്ശേരിയാണ് ഇത് സ്ഥാപിച്ചത്. കാർമൽ ശാന്തി ഭവൻ 1/6/1971 സ്ഥാപിതമായ ഈ സ്ഥാപനം പട്ടിക വർഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊള്ളുന്നു. 1 മുതൽ 4 വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരിവിടെ താമസിപ്പിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ മൗണ്ട് കാർമൽ കോൺവെൻറ്റ് 6/6/1816 സ്ഥാപിതമായ ഒരു മഠമാണ്. കുടുംബങ്ങളുടെ നവീകരണമാണ് ഈ മഠത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഹോളി ഫാമിലി കോൺവെൻറ്റ് 1/8/1938 സ്ഥാപിതമായി. സന്യാസ പരിശീലനമാണ് ഈ സ്ഥാപനം കൊണ്ടിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കന്യാസ്ത്രീകളെ അവരുടെ ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഈ സ്ഥാപനത്തിൻ്റേത്. അതുപോലെ തന്നെ 62, 63 2 അംഗനവാടികളിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം വാർഡിൽ കുട്ടികൾക്ക് നേടിക്കൊടുക്കുന്നു. സബ് സെൻ്ററുണ്ട്. ആരോഗ്യരംഗത്ത് കാര്യമായി പ്രവർത്തനം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. പുതിയതായുള്ള സേവാഗ്രാമം ഗ്രാമകേന്ദ്രവും ഈ വാർഡിൽ പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ വാർഡിൽ കുടിവെള്ള വിതരണ രംഗത്ത് മംഗലം കോളനി കുടിവെള്ള പദ്ധതി വിജയകരമായിട്ട് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ വാർഡിൽ നിലകൊള്ളുന്ന കൊമ്പമ്പാറ ചെക്ക് ഡാം കിണറുകളുടെ ജലവിധാനം ഉയർത്തുന്നതിന് വേണ്ടി ജലം സംഭരിക്കുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ്. കൊച്ചി ജയിലറും കൺസർവേറ്ററുമായിരുന്ന ശ്രീ ജോസഫ് കൊലോഫ് സാഹിബ് താമസിച്ചിരുന്ന സ്ഥലമാണ് ഇന്നത്തെ CSR ആയിട്ട് മാറിയിട്ടുള്ളത്. എൻ്റെ പേര് ഡാളി വർഗീസ്. എൻ്റെ വാർഡ് 15, കടുങ്ങാട് ഡിവിഷൻ. ഏകദേശം 485 കുടുംബങ്ങൾ എൻ്റെ വാർഡിലുണ്ട്. കുരിശ് ജംഗ്ഷൻ മുതൽ കടുങ്ങാട് കപ്പേളക്കടവ് മുതൽ ചാലക്കുടി റോഡ് വരെ എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 200-ൽ പരം കുടുംബങ്ങൾ കർഷകരാണ്. എടുത്തു പറയത്തക്ക സ്ഥാപനങ്ങളൊന്നും എൻ്റെ വാർഡിലില്ല. 59-60 നമ്പർ അംഗനവാടികൾ എൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്നു. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെയും കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തിയാണ് എൻ്റെ വാർഡ്. ചാലക്കുടി പുഴ എൻ്റെ വാർഡിലൂടെ ഒഴുകി പോകുന്നതിനാൽ കുടിവെള്ളത്തിന് അധികം ബുദ്ധിമുട്ട് എൻ്റെ വാർഡിൽ അനുഭവിക്കുന്നില്ല. പരിയാരം പഞ്ചായത്തിലെ മുസ്ലിം സഹോദരങ്ങളുടെ ഏക പ്രാർത്ഥനാലയം എൻ്റെ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4 വർഷത്തിനുള്ളിൽ ഏകദേശം 1.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എൻ്റെ വാർഡിൽ നടന്നിട്ടുണ്ട്. സമ്പൂർണ്ണ വൈദ്യുതീകരണവും റോഡ് വികസനവും എൻ്റെ വാർഡിൽ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗ്രാമസഭ എന്ന ഉദാത്തമായ കൂട്ടായ്മയാണ് സാധാരണക്കാരന് ജനാധിപത്യത്തിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിക്കുന്നതിന് നിദാനമാകുന്നത്. അവയിൽ നിന്നും സ്വാംശീകരിക്കുന്ന ആശയങ്ങൾ നിർവഹണം വരെ എത്തിക്കുന്നതിന് കെട്ടുറപ്പുള്ള ഒരു ഭരണസമിതി നിതാന്ത ജാഗ്രത പുലർത്തുന്നു. പരിയാരത്തെ സംബന്ധിച്ചിടത്തോളം ഇതുമാത്രമല്ല,
ജനനന്മയ്ക്കായി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്തു പോരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞു, ഭാരതത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളുടെ പുരോഗതിയാണ് രാഷ്ട്രത്തിൻ്റെ പുരോഗതി. അതിനാൽ ഗ്രാമങ്ങളുടെ വികസനത്തിനായി നമുക്കൊരുമിച്ച് കൈകോർക്കാം.